എന്തെടുക്കണം എന്നിങ്ങനെ ഞാൻ ചിന്തിച്ച സമയത്ത്, അതായത് നമ്മുടെ പോസ്റ്ററിലൊക്കെ എന്താ കൊടുത്തത്, ഫൈൻഡ് യുവർ ഇന്നർ പീസ്, നിങ്ങളുള്ളിലെ സമാധാനം എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്നാണ്. ആക്ച്വലി പുറമേക്ക് എല്ലാവരും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ജീവിക്കണത് അല്ലെ. നമ്മള് നല്ലൊരു രക്ഷിതാവായിട്ട് മാറുക, അതിലൂടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, സമാധാനം സന്തോഷമുള്ള ജീവിതം കിട്ടണം എന്നുള്ള. ബിസിനസ് നല്ല വളരണം എന്നുള്ള ഉദ്ദേശിക്കുന്നതിന്റെ ലാസ്റ്റ് എന്താണ്, ഇതിലൂടെ സന്തോഷം കണ്ടെത്തണം എന്നുള്ളത് അല്ലെ. ഒരു കുട്ടി നല്ലോണം പഠിച്ചൊരു ജോലിയൊക്കെ കിട്ടണം എന്ന് ഉദ്ദേശിക്കുന്നതിലൂടെ ലാസ്റ്റ് എന്താ കിട്ടാൻ പോകുന്നത്, സന്തോഷവും സമാധാനവും. അതായത് അൾട്ടിമേറ്റ്ലി ഈ ലോകത്ത് എല്ലാവരും ജീവിക്കുന്നതിന്റെ ഒരു പർപ്പസ് എന്നൊക്കെ പറയുമ്പം സന്തോഷവും സമാധാനമൊക്കെ അനുഭവിക്കണം, ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനൊക്കെ ആണെങ്കിൽ പോലും ജീവിതമാണ് ഒരേ ഇപ്പം നിരന്ന റോഡ് പോലെയല്ല പോണത്. പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. എനിക്കറിയാം എൻ്റെ മുന്നിലിരിക്കുന്ന പല ആളുകളും പുറമേക്ക് ഇങ്ങനെ ഇരിക്കുന്ന പോലെ ആവില്ല, നിങ്ങളെ മനസ്സൊക്കെ ആകെ കലങ്ങി മറിയുന്നുണ്ടാവും, നല്ല പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ പോകുന്നുണ്ടാവും എന്നുള്ളത് അല്ലെ. അതായത് ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും നിരന്ന റോഡ് പോലെയല്ല. എത്ര നമ്മൾ മോട്ടിവേഷൻസ് കേട്ടാലും, എത്ര അറിവുകൾ നമ്മൾ പഠിച്ചു വെച്ചാലും, എത്ര മാസ്റ്റർ ആയിട്ടുള്ള ആളായിക്കോട്ടെ, ഏത് ഹൈ ലെവലിലുള്ള ആളായി, അവരും കൊടിയ പരീക്ഷണങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ എന്ത് നമ്മൾ ചെയ്യും, അതൊരു ചോദ്യമാണ്. എത്ര അറിവ് പഠിച്ചാലും ഇപ്പൊ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഡിവൈനുമായിട്ട്, അതായത് ദൈവവുമായിട്ട് പഠിച്ചവനായിട്ട് അടുത്ത് നിന്ന ആളാണ് പ്രോഫറ്റ് എന്ന് പറയുന്നത്, പ്രവാചകർ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആളാരാണ്, പ്രവാചകരാന്നുള്ള. അപ്പൊ നമ്മൾ എന്താ പറയാ, പ്രവാചകരൊക്കെ അവരൊക്കെ എന്തൊരു പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടല്ലേ, അല്ലെ. അങ്ങനെ നമ്മൾ പറഞ്ഞ് സമാധാനിക്കാൻ വേണ്ടിയിട്ട് നോക്കും. പക്ഷേ അവിടെ അവര് ആ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയ സമയത്തും അവര് ഉള്ളിൽ കൊണ്ട് നടന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ടായിരുന്നു, അതായത് ഒരു മാനസികാവസ്ഥ. പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയ സമയത്ത് കൈക്കൊണ്ട ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ നിന്നത് കൊണ്ടാണ് ഒരുപാട് പരാതിയും പരിഭവവും ഒന്നും പറയാതെ ആ പരീക്ഷണങ്ങളെ ചേർത്ത് പിടിച്ച് ഇല്ല, ഇതെന്തോ നല്ലതിനാവും എന്നുള്ള ഒരു ഉറപ്പിൽ അവർക്ക് കടന്നു പോകാൻ വേണ്ടി പറ്റിയത്. എന്നാൽ ആ മാനസികാവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമുക്കൊരു പരീക്ഷണം വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക, എന്തിനാ എനിക്കിത് തന്നത്, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണത്. പിന്നെ എന്താവും അടുത്തത്, മറ്റുള്ളവർക്കൊക്കെ അങ്ങനെ കൊടുത്ത് എന്നെ എപ്പോഴും എപ്പോഴും എന്നെ മാത്രം എന്താ ഇങ്ങനെ എന്നുള്ള ചോദ്യം ചോദിക്കും അല്ലെ. പിന്നെ അത് മാത്രല്ല, പല ആളുകൾക്കും ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി തോന്നും, മതി, എല്ലാം മതി എന്ന് തോന്നും. സന്തോഷമൊന്നും ഇല്ലാതെ വീടിന്റെ ഉള്ളിൽ അടച്ചിരിക്കാൻ തോന്നും. അപ്പൊ എന്താണ് അവിടെ, പരീക്ഷണങ്ങള് ഏത് മാനസികാവസ്ഥയോടെ നമ്മൾ നേരിടുന്നു എന്നതാണ് പല ആളുകളെയും വ്യത്യസ്തരാക്കുന്നത്. അല്ലാതെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല. നമ്മൾ പറയുന്നു അവരൊക്കെ പരീക്ഷണങ്ങൾ അതിജീവിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ മൈൻഡ് സെറ്റ് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ തളരും. നമ്മൾ ഒരുപാട് ജീവിതത്തിനെ നെഗറ്റീവ് പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളി നീക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ ആ മാനസികാവസ്ഥയിൽ നമുക്ക് എങ്ങനെ എത്താം എന്നൊക്കെയാണ് നമുക്ക് ഇന്ന് പറയാം. ഓക്കെ. അപ്പം അതിന്റെ മുന്നേ ചെറിയൊരു കഥയിലൂടെ പോവാം. ഒരു മകള് അച്ഛന്റെ അടുത്ത് പറയാണ്, അച്ഛാ എനിക്ക് ജീവിതം മതിയായി, ഞാൻ നിർത്താൻ വേണ്ടി പോവാണ്. ഒരുപാട് പ്രശ്നങ്ങളാണ്, ഒന്ന് കഴിയുമ്പോൾ ഒന്ന്, അത് കഴിയുമ്പോൾ ഒന്ന്, അതിങ്ങനെ നിരന്തരം മാറ്റി മാറ്റി പോയി, എനിക്ക് മതി അല്ലെ. അങ്ങനെയാണല്ലോ, ഒരു നമ്മൾ കുറച്ചൊക്കെ ശരിയാക്കാൻ വേണ്ടി നോക്കൂ, എന്നിട്ടും പറ്റാത്തപ്പോഴാണ് മതി എന്ന് പറയാം. അപ്പൊ ഈ അച്ഛൻ എന്താണ്, ഷെഫാണ് ആള്, നല്ലൊരു കുക്കാണ്. ആളെന്ത് ചെയ്തു, ആള് ഓക്കെ ഒന്നും മിണ്ടിയില്ല. ആള് അടുക്കളയ്ക്ക് പോയിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത്, കുറച്ച് കോഴിമുട്ട എടുത്ത്, അതുപോലെ കുറച്ച് കോഫി പൗഡർ, കാപ്പി പൊടി എന്ന് പറയും, അതെടുത്ത്, എന്നിട്ട് മൂന്ന് സ്റ്റൗവിലായിട്ട് വെള്ളം വെച്ച്, ഒരുപോലത്തെ പാത്രത്തിൽ വെള്ളം വെച്ച്, ഒന്നിൽ കുറച്ച് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട്, ഒന്നിൽ കുറച്ച് എഗ്ഗ് കോഴിമുട്ട ഇട്ട്, ഒന്നിൽ കുറച്ച് കോഫി പൗഡർ ഇട്ട്, എന്നിട്ട് ഒന്നും മിണ്ടിയില്ല. 20 മിനിറ്റ് അവർ രണ്ടുപേരും അതിന്റെ മുന്നിലായിട്ട് നിന്ന്. ആ വെള്ളത്തില് മൂന്ന് പാത്രത്തിലും വെള്ളമാണുള്ളത്, മൂന്ന് പാത്രത്തിന്റെ അടിയിലും തീയാണുള്ളത്. പക്ഷെ മൂന്ന് പാത്രത്തിലും ഡിഫറെന്റ് സാധനങ്ങളാണുള്ളത് അല്ലെ. മൂന്നും വേറെ വേറെ ആണല്ലോ, ഉരുളക്കിഴങ്ങ്, കോഴിമുട്ട, എന്താണ്, കോഫി പൗഡർ. അത് കഴിഞ്ഞതിന് ശേഷം 20 മിനിറ്റ് രണ്ടുപേരും മിണ്ടാതെ നിന്ന്, അത് കഴിഞ്ഞ് ഫ്ലെയിം ഒക്കെ ഓഫ് ആക്കിയതിനു ശേഷം മകളടുത്ത് ചോദിച്ച അച്ഛൻ, ഇപ്പൊ എന്താ നിനക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ മകള് പറഞ്ഞു, എന്താ ഇതൊക്കെ കുക്കായി അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ ആ ഉരുളക്കിഴങ്ങ് പാത്രത്തിൽ എടുത്ത് നോക്കി, അത് എഗ്ഗും എടുത്ത്, ഈ കോഫി പൗഡർ അതും എടുത്ത്. അപ്പോ ആദ്യം ഭയങ്കര ഉള്ളില് ടഫ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്, ഉരുളക്കിഴങ്ങ് നല്ല ഉറപ്പുള്ള ഒരു സംഭവം അല്ലേ. അത് 20 മിനിറ്റ്
വെള്ളത്തിലും തീയിലും വന്നിട്ട് കുക്ക് ചെയ്ത സമയത്ത് അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വെന്താൽ എന്താണ്ടാവാ, ഉള്ള ഭയങ്കര സോഫ്റ്റ് പരുവായിട്ട് മാറും അല്ലെ, പെട്ടെന്ന് ഉടഞ്ഞു പോണ രീതിയിലായിട്ട് മാറും. എഗ്ഗോ, അത് ഭയങ്കര വീക്കായിട്ടല്ലേ, കോഴിമുട്ട ഒന്ന് തൊട്ടാ പൊട്ടി പോണ സംഭവല്ലേ. അത് അത്രയും നേരം കുക്ക് ചെയ്ത സമയത്ത് തീയിലും വെള്ളത്തിലും പാകപ്പെട്ട് കുക്ക് ചെയ്ത സമയത്ത് അത് ഭയങ്കര ഹാർഡായിട്ട് ഉറച്ചതായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ നോർമൽ വാട്ടർ, വെറും പച്ചവെള്ളമായിട്ടുള്ള ഒരു സംഭവം കുക്ക് ചെയ്ത സമയത്ത് എന്തായിട്ട് മാറിയിട്ടുണ്ട്, അത് നല്ല കാപ്പി പൊടിയൊക്കെ ഇട്ട കോഫി ആയിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പൊ അവിടെ പറയുന്നത് ലൈഫിലും ഇതുപോലെ ഈ തീയിലാണല്ലോ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ പരീക്ഷണങ്ങൾ തീ പോലെ നമ്മുടെ ലൈഫിലേക്ക് വരും. അതൊരിക്കലും നമ്മളെ നശിപ്പിക്കാനോ നമ്മളെ ലൈഫ് ഇല്ലാണ്ടാക്കാനോ അല്ല, ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് നിങ്ങളെ പാകപ്പെടുത്തുവാനും പരുവപ്പെടുത്തുവാനും വേണ്ടിയിട്ടാണ് എന്നുള്ളത്. മേ ബി നിങ്ങൾ എന്ന് പറയുന്ന ആള് ഇപ്പോ ഭയങ്കര വീക്ക് ആയിട്ടുള്ള, അതായത് ഉള്ളിലൊരു കോൺഫിഡൻസ് ഇല്ല, ഒന്നിലൊരു ധൈര്യമില്ല, ഒരു പ്രതീക്ഷ ഇല്ലാതെ ഇങ്ങനെ തൊട്ടാവാടി എന്ന് പറയല്ലോ, കോഴിമുട്ട പോലെ തൊട്ടാ പൊട്ടുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും പ്രാർത്ഥനയിലൊക്കെ, എന്നെ സ്ട്രോങ് ആക്കണേ, എന്നെ നല്ല ശക്തിയുള്ള ഒരാളാക്കണേ, എനിക്ക് അത് തരണേ ഇത് തരണേ എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥനന്റെ കാര്യത്തിൽ എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, പ്രാർത്ഥിച്ച കാര്യങ്ങൾ അപ്പൊ തന്നെ എടുത്ത് കയ്യിൽ അങ്ങനെ തരണമെന്നില്ല. അതായത് ചോദിച്ചാൽ അപ്പം തന്നെ എടുത്ത് തരണമെന്നില്ല. പക്ഷെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചോദിച്ച കാര്യത്തിലേക്ക് നിങ്ങൾ എങ്ങനെ കടത്തി കൊണ്ടുപോകും. മേ ബി നമ്മൾ വയ്ക്കും എനിക്ക് കുറച്ച് സമാധാനം തരണേ എന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക. പക്ഷെ ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം മുതൽ ഫുള്ള് പ്രശ്നങ്ങളാവും. അപ്പൊ നമ്മൾ വിചാരിക്കും ഞാൻ സമാധാനമല്ലേ ചോദിച്ചത്, ഇത് നേരെ തിരിച്ചാണല്ലോ കിട്ടുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ശരിയായ സമാധാനം കിട്ടാൻ തടസ്സപ്പെടുത്തുന്ന എന്തൊക്കെയോ നിങ്ങളെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതിനൊക്കെ തച്ചുടച്ച് അതിനൊക്കെ നമ്മൾ പറയല്ലോ, അതിനൊക്കെ ഇല്ലാണ്ടാക്കാൻ തരത്തിലാവും ആ ഒരു പരീക്ഷണങ്ങൾ തരിക. ആ ഒരു പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി ആകെ മുങ്ങി കുളിച്ച് നമ്മളെ ഉള്ള അഹങ്കാരവും സ്വാർത്ഥതയും എല്ലാം എവിടെ പോയിട്ടുണ്ടാവും അല്ലെ. പല ആൾക്കാരും പല വലിയ വേദനകളിലൂടെയും പോണ സമയത്താണ് വാശിയും അഹങ്കാരവും ഒക്കെ ഇല്ലാണ്ടാക്കി ഇനിയിപ്പോ എനിക്ക് പഠിച്ചോ മതി എന്നുള്ള രീതിയിൽ ഒരു താഴ്മ അവരിൽ വരാറുണ്ട്. കണ്ണുനീര് നമ്മളെ കഴുകും എന്നാണ് പറയാ. കരയുന്ന കണ്ണുനീരിന് നമ്മളെ കഴുകാനുള്ള ശക്തിയുണ്ട്, നമ്മുടെ ഹൃദയത്തിനെ കഴുകാനുള്ള ശക്തിയുണ്ട്. അങ്ങനെ നിങ്ങൾ പരീക്ഷണത്തിലൂടെ പോകുന്ന സമയത്ത് ഈ നമ്മളെ ഉള്ളില് യഥാർത്ഥ സമാധാനം കൊണ്ടുതരാൻ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ ചിലപ്പം നമ്മളെ കമ്പാരിസൺ, മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത്, നമ്മുടെ തന്നെ ഹൃദയത്തിന്റെ ഈഗോ, നമ്മളെ അഹങ്കാരം, പിന്നെന്താ സ്വാർത്ഥത, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മളെ സ്വഭാവത്തിൽ ഉണ്ടാവും. അതിനൊക്കെ എടുത്ത് മാറ്റിയാലേ നിങ്ങൾ ചോദിച്ച യഥാർത്ഥ സമാധാനം കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ എടുത്തു മാറ്റാനുള്ളതൊക്കെ പോവാൻ തരത്തിലൊരു പരീക്ഷണത്തിലൂടെ കടത്തിവിടും. അപ്പൊ നമ്മൾ ചോദിക്കും ഞാൻ സമാധാനമല്ലേ ചോദിച്ചത്, പിന്നെ എന്തിനാ എനിക്ക് വീണ്ടും വീണ്ടും പരീക്ഷണം എന്നുള്ളത്. പക്ഷെ ആ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു പരീക്ഷണ ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്താൻ പോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യഥാർത്ഥ സമാധാനത്തിലാവും അല്ലെ. ആ യഥാർത്ഥ സമാധാനത്തിലാവും. അപ്പോ നിന്റെ രക്ഷിതാവ് നിന്നെ ഒരിക്കലും കേൾക്കാതെ നിന്നിട്ടില്ല, നിന്നെ കൈവിട്ടിട്ടില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വചനങ്ങളായിട്ട് കേട്ടിട്ടുണ്ടാവും. നിന്റെ രക്ഷിതാവ് നിന്നെ അറിയാത്തതുകൊണ്ടുമല്ല നിന്നെ കേൾക്കാത്തതുകൊണ്ടുമല്ല നിന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഇങ്ങനത്തെ സാഹചര്യത്തിലൂടെ പോകുമ്പോൾ നമ്മൾ ചോദിക്കും എവിടെ എവിടെ, ഞാൻ ചോദിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, എന്നെ കാണുന്നില്ലല്ലോ, എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പല മനുഷ്യന്മാരും വിചാരിക്കും. പക്ഷെ നിങ്ങൾ ആ ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോണത് ആ സമാധാനം. അതുപോലെയാണ് ഇവിടെ കോഴിമുട്ടന്റെയും എന്താണ് പറയാ ഉരുളക്കിഴങ്ങിന്റെയും ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ തൊട്ടാ പൊട്ടുന്ന കോഴിമുട്ട പോലെ ഉള്ളിൽ നമ്മൾ ആകെ വീക്കായിരിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് സ്ട്രോങ് ആവണം എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പം സ്ട്രോങ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് സ്ട്രോങ് ആക്കുന്ന പ്രോസസ്സ് അല്ല. മേ ബി ആരും കൂടെ ഇല്ലാത്ത തരത്തിൽ വളരെ വലിയ വേദനകളും പ്രശ്നങ്ങളിലൂടെയും നമ്മൾ കടന്നു പോയേക്കാം. അതിൽ നമ്മൾ ഉരുകി 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 അത്രയും ഒറ്റക്കായിട്ട് കിട്ടാൻ ഒരു സ്ട്രോങ്, അതായത് ഒരു സ്ട്രെങ്ത് ഉണ്ട് മനസ്സിന്, കരുത്ത്. അപ്പോഴാവും ചിലപ്പം ആ കരുത്ത് കിട്ടുക അല്ലേ. അപ്പം ഇവിടെ കോഴിമുട്ടനെ അത്ര തീയിലിട്ട്, എഗ്ഗിനെ അത്ര തീയിലിട്ട് കുക്ക് ചെയ്തത് എന്തിനാ, അതിനെ ഇല്ലാണ്ടാക്കാനല്ല, അതിനെ കുറച്ചുകൂടെ ഉള്ള സ്ട്രെങ്തൻ ആക്കാനാ, ഹാർഡാക്കി മാറ്റാനാ. അതുപോലെ ഒരാളുടെ ഹൃദയം ഭയങ്കര കട്ടിയായിട്ട്, അതായത് ഒരാളുടെ മനസ്സ് ഭയങ്കര സന്തോഷമില്ല സമാധാനമില്ല എന്നുള്ള രീതിയിൽ
ആകെ ഉറച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാൾ ഒന്ന് പ്രാർത്ഥിക്കൂല, അയാൾ ഒന്ന് ആഗ്രഹിക്കുക എന്താ, എനിക്ക് കുറച്ച് സന്തോഷം, എൻ്റെ ഉള്ളിൽ ഒരു ഇത്തിരി ഒരു സമാധാനം എന്ന് ആഗ്രഹിക്കും. അതുപോലെയാണ് ഭയങ്കര ഹാർഡായിട്ടുള്ള ഉരുളക്ക് എങ്ങനെ കുക്ക് ചെയ്തെടുത്തപ്പം ഉള്ള് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മാറി, അല്ലേ? അപ്പൊ ഇതേ അവസ്ഥയിലൂടെ നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥയിലൂടെ ഒക്കെ നമ്മളെ കടത്തിവിടും. അതായത് ഈ വേൾഡിലെ യൂണിവേഴ്സൽ ട്രെയിനിങ് ആ ശരിക്കും നടക്കുന്നത്. അതായത് നമ്മൾ പുസ്തകത്തിൽ പഠിച്ച അറിവിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ തന്നെ ശരിക്കൊരു ട്രെയിനിങ് ആ കിട്ടുന്നത്. ആ ട്രെയിനിങ്ങിലൂടെയാണ് പലരും പാകപ്പെട്ട് വരുന്നത്. ലോകം കണ്ടിട്ടുള്ള പല കവികളെ, വലിയ രചയിതാക്കളൊക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്നെ പറയാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാ ഇങ്ങനെ ഇത്ര ഒരു വലിയ അവസ്ഥയിൽ എത്തിയ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറെ പുസ്തകം വായിച്ചതുകൊണ്ടാണ്, കുറെ പഠിച്ചതുകൊണ്ടാണ് എന്ന് പറയണതിനപ്പുറം എൻ്റെ ജീവിതം തന്നെയാണ് എന്നെ ഇങ്ങനെ ആക്കി മാറ്റിയത് എന്നുള്ളത്. പല രാത്രികളിൽ ഇപ്പൊ വലിയ വലിയ സിനിമകളായിക്കോട്ടെ, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന പാട്ടുകളുടെ വരികളായിക്കോട്ടെ, കഥകളായിക്കോട്ടെ, കവിതകളായിക്കോട്ടെ, ഇതൊക്കെ ഇവര് പല വേദനകളിലൂടെയും കടന്നുപോയ സമയത്ത്, ആരും ഇല്ലാതെ ഒറ്റപ്പെട്ട സമയത്ത് ഞാൻ മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ തോന്നുന്ന ഒരു മൊമെന്റ് എല്ലാവർക്കും ഉണ്ടാവൂലേ? ആ അവസ്ഥയിൽ അവരിൽ നിന്ന് പിറവി എടുത്തിട്ടുള്ളതാണ് എന്ത്, ഈ കഥകളും കവിതകളും ഇന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങളും എന്നുള്ളത്. അപ്പം ആ പ്രശ്നങ്ങൾ അവരെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണോ? അല്ല. അവരിൽ നിന്ന് മികച്ച എന്തോ ഒന്നിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് എല്ലാവരെയും ഒന്ന് മാറ്റി നിർത്തി. ചിലപ്പം പലരും ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവും, സ്വന്തം കുടുംബക്കാരും അത്രയും സ്നേഹിച്ചോര് പോലും വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി അങ്ങോട്ട് ഒറ്റപ്പെടുത്തുമ്പോ എന്ത് ചെയ്യും, ആ വരേണ്ട എന്തോ ഒരു സംഭവം പുറത്ത് വരും. അപ്പൊ അവിടെ നമ്മൾ എപ്പോഴും മൈൻഡിൽ കൊടുക്കേണ്ട ഒരു കാര്യം, എന്ത് പരീക്ഷ ആയിക്കോട്ടെ, എന്ത് പ്രശ്നം ആയിക്കോട്ടെ, ഇത് എന്റെ സൃഷ്ടാവ് എനിക്ക് തരുന്നതിന്റെ പിന്നിൽ, ഈ ഒരു യൂണിവേഴ്സ് പ്രപഞ്ചം തരുന്നതിന്റെ പിന്നിൽ ശരിക്കും എന്തോ ഒരു പ്ലാൻ ഉണ്ടാവും. അത് ചിലപ്പോ നമുക്ക് ഇപ്പോ തിരിച്ചറിയണമെന്നില്ല, കുറച്ച് കഴിഞ്ഞാല് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുറച്ച് കാലം മുന്നേ വരെ നിങ്ങളെ വല്ലാതെ തളർത്തിയിട്ടുള്ള, നിങ്ങളെ ഇല്ലാണ്ടാക്കിയിട്ടുള്ള എന്തോ ഒരു പെയിനാണ് ഇപ്പോഴുള്ള നിങ്ങളാക്കി മാറ്റിയിട്ടുള്ളത്. കുറച്ചുകൂടെ ധൈര്യം വന്നിട്ടുണ്ടാവും, കുറച്ചുകൂടെ ഒരു ശക്തി വന്നിട്ടുണ്ടാവും, പ്രതീക്ഷ വന്നിട്ടുണ്ടാവും, നിങ്ങളെ മനസ്സ് വിശാലായിട്ടുണ്ടാവും, എന്തൊക്കെയോ മാറ്റം നിങ്ങളിൽ വന്നിട്ടുണ്ടാവും. അപ്പം ഈ അവസ്ഥയിലുള്ള നിങ്ങൾ ഇവിടെ നമ്മളിപ്പോ എന്താ പറയുക, ഒരു ചെടി, ആ ചെടീന്റെ വളർച്ച മുരടിക്കുക എന്ന് പറയും. ഇത്ര വളർന്നിട്ട് ഇവിടെ നിൽക്കാനുള്ളതല്ലല്ലോ, ഇത് വീണ്ടും വളരണ്ടേ? അതുപോലെ മുന്നേ എന്തൊക്കെയോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു നിങ്ങള് അതിലൂടെയൊക്കെ പാകപ്പെട്ട് ഒരുപാട് മാറി പരിവർത്തനപ്പെട്ട് ഈ അവസ്ഥയിലെത്തി. എന്തൊക്കെയോ അതിലൂടെ പഠിച്ചിട്ടുണ്ടാവും, നല്ല പാഠങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, സ്ട്രോങ് ആയിട്ടുണ്ടാവും, എല്ലാം നിങ്ങളുടെ സൃഷ്ടാവിലോട്ട് കുറച്ചുകൂടെ അടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു ധൈര്യം വന്നിട്ടുണ്ടാവും. ഇനി ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ എന്നെ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞ് സെൽഫിനെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടാവും. അതൊക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്ന് വെച്ച് ഈ കിട്ടിയ മാറ്റം ഇവിടെ അവസാനിപ്പിക്കേണ്ട ഒരു പ്രോസസ് ആണോ? അല്ല. ഇനിയും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ നല്ലതാവണം എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് സ്റ്റിൽ നമ്മളൊക്കെ പല പ്രശ്നങ്ങളുടെയും അപ്സ് ആൻഡ് ഡൗൺസിലൂടെയും കടന്നു പോണത്. ഒരിക്കലും നമ്മളെ നശിപ്പിക്കാനല്ല. റൂമി പറയുന്ന ഒരു കോട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്ന മാറ്റങ്ങളെ, ചേഞ്ചുകളെ നിങ്ങൾ ഒരിക്കലും റെസിസ്റ്റ് ചെയ്യരുത്. ലെറ്റ് ലൈഫ് ലിവ് ത്രൂ യു. ജീവിതത്തിനെ നിങ്ങളിലൂടെ ജീവിക്കാൻ വേണ്ടി അനുവദിക്കുക എന്നുള്ളത്. അതായത് നമ്മളെ ലൈഫിലേക്ക് പെട്ടെന്ന് ഒരു ദിവസം എന്തോ ഒരു രോഗം വന്ന്, അപകടം വന്ന്, എന്തോ നഷ്ടപ്പെട്ട്, കടം വന്ന്, ബിസിനസ് പൊട്ടിപ്പോയി, എക്സാമ്പിൾ തോറ്റുപോയി, ജോലി പോയി, എന്താ അറിയില്ല, ഇല്ലാത്തൊരു ചേഞ്ച് പെട്ടെന്ന് വരുമ്പോൾ എന്തിനാ ഇത് വന്നത് എന്ന് ചോദിച്ചിട്ട് അതിനെ തടയാൻ വേണ്ടി നോക്കുക. കാരണം എന്താ, മനുഷ്യർക്ക് എല്ലാവർക്കും ഇഷ്ടം കംഫർട്ടാ. അതായത് ഏറ്റവും ഹാപ്പി ആയിട്ട് ഇങ്ങനെ പൊതിഞ്ഞില്ല, കുട്ടികളെ പൊതിഞ്ഞിരിക്കണ പോലെ ഇരിക്കാൻ എല്ലാവർക്കും താല്പര്യം. ആ കംഫർട്ട്, നിന്നിരുന്ന ജോലി നഷ്ടപ്പെടുമ്പോൾ അത് ഡിസ്കംഫർട്ടായി മാറി, ആരോഗ്യം പെട്ടെന്ന് പോകുമ്പോൾ അതൊരു ഡിസ്കംഫർട്ട് ആയിട്ട് മാറി, എന്താണോ ഉള്ളത് അത് പെട്ടെന്ന് പോകുമ്പോൾ ഡിസ്കംഫർട്ടാ. അപ്പൊ ആദ്യം ആൾക്കാർ എന്തിനാ ശ്രമിക്കുക, അതിനെ തടയാനോ റെസിസ്റ്റ് ചെയ്യാനോ വേണ്ടി ശ്രമിക്കുക. പക്ഷെ റൂമി പറയുന്നുണ്ട്, നിങ്ങളെ ജീവിതത്തിലോട്ട് വരുന്ന മാറ്റങ്ങളെ നിങ്ങൾ ഒരിക്കലും റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി, തടയാൻ വേണ്ടി നോക്കണ്ട. പകരം എന്താണോ വരേണ്ടത് അതൊക്കെ വന്നു പോകട്ടെ എന്നുള്ള രീതിയിൽ നിന്ന് കൊടുക്കുക എന്നുള്ളത്. ഇവിടെ തടയാൻ വേണ്ടി നോക്കിയതിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ആ നടക്കേണ്ടത് അവിടെ നടക്കും. തടയാൻ വേണ്ടി നോക്കിയാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് ഓവർ തിങ്കിങ്. നമ്മൾ അത് ചിന്തിച്ച് ചിന്തിച്ച് ആകെ പ്രശ്നമാക്കും. അമിതമായിട്ടുള്ള ചിന്ത അത് പിന്നെ തലവേദന ആവും, ഡിപ്രഷൻ ആവും, സ്ട്രെസ് ആവും. അടുത്തത് എന്താണ്, ഇതുപോലെ സ്ട്രെസ് കൂടും. ഇങ്ങനെ പല രീതിയിലോട്ട് ഒരു കാര്യത്തിന് ഇത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് നടക്കാനുള്ളത് നടക്കുക തന്നെ ചെയ്യും, അല്ലെ? നടന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്തിനാ ഇത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
പകരം നമ്മൾ അതിനെ ഇതൊക്കെ നടത്തുന്ന ഒരാൾ, ഇതൊന്നും വെറുതെ നടക്കുന്നതല്ലല്ലോ. നിങ്ങൾ ഈ ഒരു പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ നയിക്കുന്ന ഒരാളുണ്ട്. ഞാൻ മെഡിറ്റേഷനിൽ പറഞ്ഞ പോലെ നമ്മൾ എത്രയൊക്കെ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആരോ ഒരാളുണ്ട്. അല്ലാതെ ഇപ്പൊ നമ്മൾ ഈ ഒരു ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് എന്തോ ഒരു ശക്തി അവിടെ പ്രവർത്തിക്കുന്നോണ്ടല്ലേ. ഞാൻ സംസാരിക്കുമ്പോൾ ഒരു സൗണ്ട് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് എനിക്ക് പോലും അറിയാത്ത എന്തോ ഒരു ശക്തിയല്ലേ. നമ്മുടെ ശ്വാസം നമ്മൾ പോലും വേണ്ട വെച്ചാലും ഹൃദയം ഇടിക്കും. ഏതുവരെ? നമ്മൾ ആയുസ് തീരുമാനിക്കുന്നത് വരെ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ നമ്മളെ കൺട്രോളില്ലാത്ത എന്തൊക്കെയോ ഉണ്ട്. മുന്നേ നമ്മളൊക്കെ അവസാനിച്ചു എന്ന് പറഞ്ഞ സമയത്ത് നിന്നിട്ടുണ്ടാവും ഏതോ ഒരു പോയിന്റിൽ ആരും ഇല്ലാണ്ട്. ഇനി എന്ത് എന്ന് ചോദിച്ചൊരു ചോദ്യചിഹ്നത്തിന് മുന്നിൽ നിന്നിട്ടുണ്ടാവും. അവിടുന്ന് ഇവിടെ എത്തിയില്ലേ? അപ്പൊ ആരാവും നമ്മളെ എത്തിച്ചിട്ടുണ്ടാവാം? അതാ പറഞ്ഞത്, നിങ്ങളെ ഇതുവരെ മുന്നോട്ട് നയിച്ചവൻ ആരാണോ അവൻ ഇനിയും മുന്നോട്ട് നയിക്കുന്നുള്ളത്. ഇതുവരെ നിങ്ങളെ മുന്നോട്ട് നയിച്ച ഒരാളുണ്ടാവും, അല്ലെ? അപ്പൊ അങ്ങനെ ഒരാള് നമ്മുടെ ലൈഫിൽ വെറുതെ എന്തെങ്കിലും ഇട്ട് തരുന്നില്ല. എന്തേലും പ്രോബ്ലംസിലൂടെ, പ്രശ്നത്തിലൂടെ, നമ്മൾ ചലഞ്ചുകളിലൂടെ കടന്നു പോകുമ്പം, അപ്പം നിങ്ങൾ ഈ ഒരു എന്നെ നയിക്കുന്ന ഒരാളുണ്ട് എന്നുള്ള വിശ്വാസങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിൽ ചിന്തിക്കേണ്ട എന്താ? ഈ പ്രശ്നം ആരോ ഒരാൾ ഇട്ട് തരുന്നതാ. പ്രശ്നം തരുന്ന ഒരാൾക്ക് തന്നെ ഇതിന് പരിഹാരം തരാനും കഴിയും എന്നുള്ള വിശ്വാസം വരുന്നതാണ്. അതാണ് യഥാർത്ഥ കോൺഫിഡൻസ്. അല്ലാതെ എൻ്റെ ഒപ്പം രണ്ടാളുണ്ടെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതാണോ കോൺഫിഡൻസ്? നിങ്ങൾക്കൊരു സ്റ്റേജ് മേലെ പെർഫോം ചെയ്യണം വിചാരിക്കാം, എൻ്റെ ഒപ്പം രണ്ടാൾ വന്നാലേ ഞാൻ പാടൂ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ കോൺഫിഡൻസ്. അതാ പറഞ്ഞത്, ഈ പ്രശ്നങ്ങളോടൊക്കെ കടന്നു പോകുമ്പോഴും ഇതിന്റെ ഉത്തരം എനിക്ക് എന്താ അറിയില്ലെങ്കിലും, ഇതിന് എന്താണ് ക്ലൈമാക്സ് എന്നൊന്നും അറിയില്ലെങ്കിലും, അതായത് ഒന്നും അറിയാത്ത സമയത്തും നിങ്ങൾക്ക് എല്ലാം അറിയുന്ന ഒരാളിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ കോൺഫിഡൻസ് അവിടെ വന്നു. അതാണ് യഥാർത്ഥ തവക്കല്. അങ്ങനെ വിശ്വസിച്ച ഒരാളെയും കൈവിട്ടിട്ടില്ല. കാരണം നമ്മളെ നയിക്കുന്ന ആൾക്കറിയാം നമ്മൾ എങ്ങോട്ട് പോകണം, എവിടെ എത്തണം എന്നൊക്കെ. അതാ പറഞ്ഞത്, ഉരുളക്കിഴങ്ങ് ആയിക്കോട്ടെ, എഗ് ആയിക്കോട്ടെ, അതിനെ അടുത്ത ലെവലിലോട്ട് പരിവർത്തനം ചെയ്യാൻ, ആദ്യം ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ ബെസ്റ്റ് ആക്കാൻ, ഒരു പച്ചവെള്ളത്തിനെ കോഫിയാക്കി മാറ്റാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രക്രിയയിലൂടെ കടത്തിവിടും. അതുപോലെ തന്നെയാണ് ഇത്. അപ്പോൾ അതിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യാന്നുള്ളതാ. പല സമയത്തും പല ആൾക്കാരും പല പ്രോബ്ലംസിലൂടെ കടന്നുപോയ സമയത്ത്, ആരും ഇല്ലാണ്ടാവുന്ന സമയത്തല്ലേ ആൾക്കാർ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അപ്പൊ നമ്മളെ തന്നെ മെന്ററിങ്ങിനായിക്കോട്ടെ, കോച്ചിങ്ങിനായിക്കോട്ടെ, ആൾക്കാർ പറയാണ് എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ മാം, എല്ലാവരും ആരും എനിക്കില്ല, ഞാൻ ഒറ്റക്കാണെന്ന് പറയാറുണ്ട്. ഇങ്ങനെ ഒറ്റക്കാവുന്ന മൊമെന്റ്സിലാണ് ഇപ്പൊ റൂമിയൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ഒറ്റക്കായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവിടെ സന്തോഷിക്കുക. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവ് നിങ്ങളെ മാത്രം ഒരു രഹസ്യമായിട്ടുള്ള ഒരു മീറ്റിങ്ങിന് വിളിച്ചിട്ടാണ് നിങ്ങൾക്ക് എന്തോ പറഞ്ഞുതരാനും നിങ്ങളെ കുറച്ചുകൂടെ നല്ലതാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളത്. അതായത് നമ്മളെല്ലാവരും നമ്മൾ ഇവിടെയുള്ള സൃഷ്ടികളിലോട്ട്, പടപ്പുകളിലോട്ട് കുറെ പോയിട്ട് അവരൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യണില്ല, ആരുമില്ല എന്ന പോയിന്റിലല്ലേ നമ്മൾ പഠിച്ചോണ്ടിലോട്ട് പോവാ. അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരും പോവാറുള്ളത്. ഇനിയിപ്പോ ഇവർക്ക് ആർക്കും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല, മെഡിക്കൽ സയൻസിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല, ഇവിടെ ആർക്കും പരിഹാരം തരാൻ പറ്റൂല എന്നുള്ള പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ആരിലോട്ട് പോകും? നമ്മൾ സൃഷ്ടാവിലോട്ട് പോകും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരാളുണ്ടല്ലേ, ഇതാണ് ധൈര്യം. അതിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര കോൺഫിഡൻസാ. അതായത് എനിക്ക് ഞാനുണ്ട്, എനിക്ക് എന്റെ ക്രിയേറ്റർ ഉണ്ട് എന്നുള്ളത് ഒരാൾക്ക് കിട്ടുക എന്നുള്ളത് തന്നെയാണ് ശരിക്കത്തെ കോൺഫിഡൻസ്. അത് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. അതായത് നമുക്കിപ്പം ആകെ രണ്ടേ രണ്ട് സത്യങ്ങളാണ്. ഒന്ന് ഞാൻ, ഒന്ന് എന്റെ പഠിച്ചു. ഈ രണ്ട് കാര്യങ്ങളാ. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഏത് സമയത്തും നഷ്ടപ്പെടാം, ഏത് സമയത്തും നമ്മളിൽ നിന്ന് ഇല്ലാണ്ടാകാം. ഒരു ഉറപ്പില്ലാത്ത കാര്യങ്ങളാ. നമ്മളെ കൂടെ ഇപ്പൊ ഉണ്ട് എന്ന് പറയുന്ന ആൾ ഒന്ന് നമ്മൾ, ഒന്ന് നമ്മുടെ സൃഷ്ടാവ്. അപ്പം ഈ പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും ഒറ്റപ്പെട്ട് എന്ന് തോന്നുന്ന മൊമെന്റ്സ് ഒക്കെ നിങ്ങളെ യഥാർത്ഥത്തിൽ പാകപ്പെടുത്തുക എന്തിനാ അറിയോ? കുറച്ചുകൂടെ നിങ്ങളിലോട്ട് അടുക്കാനും, നിങ്ങളെ തന്നെ സ്നേഹിക്കാനും, നിങ്ങളെ തന്നെ ചേർത്ത് പിടിക്കാനും, നിങ്ങളെ വില മനസ്സിലാക്കാനും, നിങ്ങളെ സൃഷ്ടാവിനെ സ്നേഹിക്കാനും, അറിയാനും, അനുഭവിക്കാനും, അതിൽ വിശ്വസിക്കാനുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പരീക്ഷണങ്ങളും ഒരു മനുഷ്യനെയും നഷ്ടത്തിലാക്കുന്നില്ല. അതിന് എന്തൊക്കെയോ ഗിഫ്റ്റ്, എന്തൊക്കെയോ നല്ലത് മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ലൈഫ് ഇനിയും മുന്നോട്ട് പോകും. ഈ ക്ലാസ് ഇവിടെ കഴിയും, നമ്മൾ പല സാഹചര്യത്തിലൂടെ പോകും. എപ്പോഴെങ്കിലും ഓർത്തെടുക്കാൻ നോക്കുക, ഇതിലൂടെ എൻ്റെ പഠിച്ചോൻ, എൻ്റെ സൃഷ്ടാവ്, അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾ അതിലൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിൽ ഏതോ ഒരു ശക്തി, ഇതൊക്കെ തരുന്ന ആൾ ഇതിലൂടെ എന്തോ എനിക്ക് വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടാവും.
എന്നുള്ള ആ ഒരു ക്ഷമയിൽ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ആ ഒറ്റപ്പെടുന്ന മൊമെന്റ്സും ആരുമില്ല, എനിക്ക് ആരുമില്ല എന്ന് പറയുന്ന ഒരാള്, അപ്പോഴാണ് പല ആൾക്കാർക്കും സെൽഫ് ലവ് ഒക്കെ ഉണ്ടാവാറുള്ളത്. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ, എനിക്ക് എല്ലാവരും ഉണ്ട് പറയുമ്പം ഹസ്ബൻഡ് എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഉമ്മ ഉപ്പ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട്, സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാർ പൊതിയണ സമയത്ത് സെൽഫിനെ ഓർമ്മ പോലും ഉണ്ടാവില്ല. ഒറ്റപ്പെട്ട് ഇല്ലാണ്ടാവുമ്പം എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ പറയുമ്പോൾ ഞാൻ പറയുന്നത് ഒരിക്കലും നിരാശയുടെ പോയിന്റിലല്ല. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതായത് എനിക്ക് ആരും ഇല്ല പറഞ്ഞിട്ട് നിരാശയിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യണതല്ല ഇത്. ഇത് സോളിറ്റ്യൂഡിന്റെ ലെവല. ലോൺലിനെസ്, അതായത് ഒറ്റപ്പെടൽ വേറെ, സോളിറ്റ്യൂഡ് വേറെ. അത് വേറെയാണ്. ആ ഒറ്റപ്പെടുന്ന അവസ്ഥ അതിൽ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് മിസ്റ്റേക്ക് ആയിട്ടുള്ള ആൾക്കാർ കുറച്ചും കൂടെ ആത്മീയപരമായിട്ടും കുറച്ചുകൂടെ മിസ്റ്റിക്കൽ ലെവലിലുള്ള മാസ്റ്റേഴ്സ് ഒക്കെ എന്തെങ്കിലും സങ്കടങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരുമ്പോൾ അവർ സന്തോഷിക്കും എന്ന് പറയാറുണ്ട്. അതെന്താ വെച്ചാൽ അവർക്കറിയാം ഇതിലൂടെ എന്തോ ഒന്ന് വരാൻ വേണ്ടി പോകുന്നുണ്ട്, ഇതിലൂടെ കുറച്ചുകൂടെ അവരെ അടിപൊളിയാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതായത് ഈ കൽക്കരി, ഒന്നിനും പറ്റാത്ത കൽക്കരിനെ ഒരുപാട് പ്രഷറിലൂടെ ചൂടാക്കിയിട്ടാണ് ഡയമണ്ട് ആക്കി മാറ്റുന്നത്. അപ്പൊ എല്ലാവരും ഡയമണ്ടിനെ കണ്ട് അത്ഭുതപ്പെടും. ഇന്ന് നമ്മൾ കാണുന്ന നല്ല രസമുണ്ട് എന്ന് പറയുന്ന പൂമ്പാറ്റ ഒരു കാലത്ത് ഒരു കൊക്കൂണിലെ പുഴുവായിരുന്നു. അതിൽ നിന്ന് അത് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് പുറത്തിറങ്ങിയിട്ട് പൂമ്പാറ്റായിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ അതൊരു പ്രോസസ്സാണ്. സംതിങ് എന്തോ നല്ലതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഘട്ടം. ആ ഘട്ടത്തിലൂടെ കടന്നുപോയവർക്ക് അതിലെത്താം. അതിന്റെ ഇടയിൽ ഗിവ് അപ്പ് ചെയ്തവർക്ക് ഒന്നും ഇല്ലാതായിട്ട് മാറും ചെയ്യാം. അതായത് ഇനിയിപ്പോ ഒരു പൂമ്പാറ്റ പറയാം, എനിക്ക് പൂമ്പാറ്റ ആവണ്ട പുഴു ആവണ്ട ഇടയിൽ ഇട്ടേച്ച് പോയാല് അതിൽ വരാൻ പോകുന്ന ഒരു നല്ല കാലത്തിനെയാണ് അത് ഇല്ലാണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പം നിങ്ങളെ സെൽഫ് ലവിലോട്ട് നയിക്കുന്ന, അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ഈ ജനിച്ചത് മുതൽ മരിക്കുന്നവരെ നമ്മളെ കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പുള്ള ഒരാൾ നമ്മളാണ്. അപ്പം ഈ നമ്മളെ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ, സ്നേഹിച്ചിട്ടില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമാണ്. എത്ര വേറെ പുറത്തുനിന്ന് ആര് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കോട്ടെ, നിങ്ങൾക്ക് എത്ര വലിയ മിസ്റ്റേക്ക് പറ്റിക്കോട്ടെ, ഞാൻ എപ്പോഴും എൻ്റെ മെന്റീസിനോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തരുതെന്നാ. വേറെ ആര് നിങ്ങളോട് ദയയില്ലാതെ പെരുമാറിക്കോട്ടെ, കുറ്റപ്പെടുത്തിക്കോട്ടെ, നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തരുതെന്നാ പറയാ. കാരണം നമ്മൾ പോലും നമ്മളെ മനസ്സിലാക്കിയിട്ടില്ല, സ്നേഹിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് അബദ്ധം പറ്റിക്കോട്ടെ, എന്തു പറയാ, ഒരു കുട്ടിനോട് എന്ന പോലെ സെൽഫിനോട് പറയാ, ഇറ്റ്സ് ഓക്കെ, സാരില്ല, അറിയാതെ പറ്റിയതല്ല, അടുത്ത വട്ടം ശരിയാക്കാം. നിങ്ങളൊരു സംഭവം പരാജയപ്പെട്ട് അപ്പൊ പറയാം, സാരില്ല, റെഡി ആയിക്കോളും. നമ്മൾ ഒരു ഫ്രണ്ടിനോ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സമാധാനിപ്പിക്കാൻ നമ്മൾ ഭയങ്കര ഉഷാറാണ്. ഒരാൾ അവരെ പറ്റി മോശം പറഞ്ഞാൽ നമ്മൾ പറയും, സാരില്ലടി പോട്ടെ, അത് അവരറിയാതെ പറഞ്ഞതാവും, അവർക്ക് അറിയാത്തോണ്ടാവും എന്നൊക്കെ പല രീതിയിൽ നമ്മൾ പറഞ്ഞ് ആളങ്ങോട്ട് സെറ്റാക്കും. അപ്പൊ നമ്മൾ ആഗ്രഹിക്കാറുള്ള എന്താ, നമ്മൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആരെങ്കിലും ഒന്ന് വന്ന് എന്നെ സമാധാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സാരമില്ല എന്ന് പറയാന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ശരിയാവും എന്ന് പറയാന്നുണ്ടെങ്കിൽ, ഇതാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. ഇത്രയൊക്കെ തന്നെ ഒരു മനുഷ്യനെ വേണ്ടു. എത്ര പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്ന സമയത്തും ഞാനുണ്ട് കൂടെ, ഇത് ശരിയാവട്ടോ, സാരമില്ല കേട്ടോ, നമുക്ക് ശരിയാക്കാം, ഇങ്ങനത്തെ കുറച്ച് വർത്തമാനങ്ങളുണ്ട്. അത് കേൾക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് കേട്ട ഒന്നോ രണ്ടോ വാചകങ്ങളാവും, പക്ഷെ അത് കേട്ട മനുഷ്യൻ വീണ്ടും ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. പല ആൾക്കാരും പല ഇരുട്ടിൽ അകപ്പെട്ട പോലെ നിൽക്കുന്ന സമയത്താവും ഏതോ ഒരാളുടെ വാക്ക്, സാരില്ല നമുക്ക് ശരിയാക്കാം, അല്ലെ റെഡി ആയിക്കോളും, സാരില്ല പോയതൊക്കെ പോട്ടെ, നമുക്ക് വരാനുള്ളതിലോട്ട് നോക്കാം, ഏതോ ഒരാൾ പറഞ്ഞ അയാൾ വീണ്ടും നടക്കാൻ വേണ്ടി തുടങ്ങും. എത്ര പരിക്കുള്ള മനുഷ്യനാണേലും നടക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഇനി മുതൽ അങ്ങനെ പറയാൻ ഒരാളെ കാത്തിരുന്ന് കാലം കളയേണ്ട ആവശ്യമില്ല. സെൽഫിനോട് പറയാം, നമ്മളെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കുക എന്നുള്ളതാ. എത്ര പ്രോബ്ലംസിലെ പോയിക്കോട്ടെ, ഞാൻ പറഞ്ഞ്, നിങ്ങൾ ആ വിശ്വാസം ആദ്യം മുകളിൽ വെക്കാം. ഈ പ്രോബ്ലംസ് നമ്മളെ നശിപ്പിക്കാനുള്ളതല്ല. ചിലപ്പം ചില ആൾക്കാർ ഒരു കൊല്ലം അതിലൂടെ ആ പ്രോബ്ലംസിലൂടെ ആ പരീക്ഷണത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ചില ആൾക്കാർ 2 ദിവസമാവും, ചില ആൾക്കാർ 5 കൊല്ലമാവും, ചില ആൾക്കാര് ഒരു മാസാവും. എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന, നിങ്ങളിപ്പോ ഒരു ട്രെയിനിങ് ആണല്ലോ. ഒരാൾക്ക് ഡോക്ടർ ആവണമെങ്കിൽ 5 6 കൊല്ലം അയാൾ പഠിക്കേണ്ടി വരും, അല്ലെ? അതേപോലെ വേറെ ചെറിയൊരു ഷോർട്ട് ടേം കോഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ 6 മാസം കൊണ്ട് അയാൾ ആ ജോലിയിലെത്തും. ഒരു കൊല്ലം കൊണ്ട് എത്തുന്ന ആൾക്കാരുണ്ടാവും. അപ്പം നിങ്ങൾ എത്താൻ പോകുന്ന ഒരു ഗിഫ്റ്റ്, നിങ്ങൾ കിട്ടാൻ പോകുന്ന, അപ്പം ചെറിയ എന്തെങ്കിലും ചായ ഉണ്ടാക്കാൻ കുറച്ച് സമയം വെള്ളം തിളപ്പിച്ചാൽ മതി. വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഒരുപാട് തവണ ഒരുപാട് ടൈം വെള്ളം തിളപ്പിക്കേണ്ടി വരും. അതുപോലെ നിങ്ങൾ എന്താണോ ആവാൻ വേണ്ടി പോണത്, നിങ്ങൾ എന്താവാനാണോ നിങ്ങളുടെ ക്രിയേറ്റർ തീരുമാനിച്ചത്, ആ ഒരു കാലഘട്ടം വരെ ഈ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അപ്പോ നമ്മളെ പിടിച്ചു നിർത്തേണ്ട
നമ്മളെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുക, ആ സൃഷ്ടാവിലുള്ള വിശ്വാസം. എന്തെന്നെ വന്നാലും ഇതെന്നെ നശിപ്പിക്കൂല, ഇതെന്റെ നല്ലതിനാണെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ എന്താ അവിടെ പേടിക്കാനുള്ളത്? ഒന്നും പേടിക്കാനില്ല. അതേപോലെ തന്നെയാണ് ആ സമയത്തും നമ്മൾക്ക് തന്നെ നമ്മളോട് പറയാൻ പറ്റണം, ഇറ്റ്സ് ഓക്കെ, സാരല്ല, ശരിയായിക്കോളും, ഞാനുണ്ട് കൂടെ, നമുക്ക് മുന്നോട്ട് പോവാം എന്നുള്ള രീതിയിൽ സ്വയത്തിനെ സ്നേഹിക്കുക, സ്വയത്തിനോട് നല്ല വർത്തമാനങ്ങൾ പറയാം. ഇതിൽ ആദ്യമായിട്ടൊക്കെ സെഷനിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേ ബി തോന്നും എന്ത്, അതിപ്പോ എങ്ങനെയാ പറയാന്നുള്ളത്. ഒന്നുമില്ല, നമ്മൾ ആ ചെറുപ്പത്തിലെ കുട്ടിയൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സ്നേഹമൊക്കെ തോന്നാറുണ്ടല്ലോ പലപ്പോഴും ആ ചെറുപ്പത്തിലെ ഫോട്ടോ കാണുമ്പോൾ. സെയിം സ്നേഹം ഇപ്പോ നമ്മളോട് തന്നെ സെൽഫിനോട് സംസാരിക്കുക എന്നുള്ളതാ. അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം. ചിലപ്പം ചെറിയതായിട്ടൊക്കെ തോന്നും, പക്ഷെ നമ്മളെ മനസ്സിനും നമ്മളെ ശരീരത്തിനൊക്കെ ആര് പറഞ്ഞു എന്നതിലല്ല കാര്യം, അതിനോട് എന്ത് സംസാരിക്കുന്നു എന്നതിലാ കാര്യം. അതായത് എന്റെ പുറത്തുള്ള ആൾക്കാരൊക്കെ ഫുൾ ടൈം എന്നോട് പറയുന്നു, ഷെഹല നീ അടിപൊളിയാ, അങ്ങനെ ഇങ്ങനെ നല്ല വാചകങ്ങൾ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്താലും ഞാൻ അതിലേറെ കൂടുതൽ ഞാൻ ഇരുന്നിട്ടിങ്ങ് ചിന്തിക്കുക, ഞാൻ എന്താ ഇങ്ങനെ, ഞാൻ എന്ത് മോശമാണ്, ഞാൻ എന്ത് പരാജയമാണ്, ഞാൻ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാല് എന്റെ മനസ്സ് കേൾക്കുക അവര് പറഞ്ഞ നല്ലതിനേക്കാളും ഞാൻ പറഞ്ഞ മോശം വാക്കുകളാ. എന്നിട്ട് ഈ മൈൻഡ് വീണ്ടും വീണ്ടും ഡിപ്രസ്ഡ് ആൻഡ് ഡൗൺ ആവാൻ വേണ്ടി തുടങ്ങും. നേരെ തിരിച്ചുകൊണ്ട് എന്റെ ചുറ്റിലുള്ള എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്താണ്, എന്നെ നെഗറ്റീവ് പറയാണ്. ആ സമയത്തും ഞാന് അവര് പറയുന്നതിലേറെ ഇരട്ടി ഞാൻ എന്നോട് പറയാണ്, ഈ അടിപൊളിയാണ്, എനിക്കറിയാം, ഇതിലൂടെ നിനക്ക് നല്ലത് തീരുമാനിച്ചിട്ടുണ്ട്, നീ നിന്റെ മികച്ചത് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നല്ല സംസാരങ്ങൾ എനിക്ക് എന്നോട് പറയാനും എന്നോട് തന്നെ ടോക്ക് ചെയ്യാനും പറ്റുകയാണെങ്കിൽ എൻ്റെ മൈൻഡ് കേൾക്കുക, അതാണ്. അപ്പോ പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മളെ സെറ്റ് ആക്കട്ടെ, ഈ ഒരു പരീക്ഷണങ്ങളുടെ ഘട്ടത്തിൽ ഈ ഒരു വഴിയിലൂടെ, ഇപ്പൊ വേദനയുടെ വഴിയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്, എന്ത് പ്രശ്നമായിക്കോട്ടെ, ലൈഫ് എന്ന് പറയും എല്ലാം ഹാപ്പി ആയിട്ടുള്ള ഒരാളൊന്നുമില്ല. അവിടെ ഈ മൈൻഡ് കോച്ചിങ്ങും ലൈഫ് കോച്ചിങ്ങിലൂടെ ഒക്കെ എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഏത് അവസ്ഥയിലൂടെ കടന്നു പോയാലും അവിടെ മനസ്സ് തളരാതെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള ശക്തി നിങ്ങൾക്ക് തരാന്നുള്ളതാണ്. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര രസം, സത്യം. വെറുതെ പറയല്ല, അത് അനുഭവിച്ച ആൾക്കാർ ഇവിടെ ഉണ്ടാവും, സെഷനിൽ ഉണ്ടാവും, നമ്മളെ മെന്ററിങ്ങും കോച്ചിങ്ങും ഒക്കെ എടുത്ത ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നിങ്ങൾ ഏത് അവസ്ഥയിലൂടെ പോയിക്കോട്ടെ, നിങ്ങൾക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുക കഴിഞ്ഞാൽ അതാണ് ഒരാൾ ലൈഫിൽ നേടിയെടുക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ലൈഫ് അങ്ങനെ ഇല്ല. അപ്പൊ അതാ പറഞ്ഞത്, ആ എന്ത് നിങ്ങൾ ഏത് അവസ്ഥയിലൂടെ പോയിക്കോട്ടെ, ഇപ്പൊ ഇന്ന് നമ്മൾ നല്ല ഹാപ്പി ആവാം, അപ്പൊ നല്ല സന്തോഷത്തിൽ നമ്മളോട് തന്നെ സംസാരിക്കുക, നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇന്ന് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ അഭിനന്ദിക്കുക, നമ്മൾ തന്നെ സന്തോഷിക്കുക, നമുക്ക് വേണ്ടി ഒരു കോഫി ഒക്കെ ഉണ്ടാക്കി കുടിക്കുക, നമുക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക. നാളെ നമ്മൾ നല്ലൊരു പരാജയത്തിലൂടെ പോവാണെങ്കിൽ അവിടെ നമുക്ക് വേണ്ടത് എന്താ, സമാധാനം, അത് കൊടുക്കുക, അവിടെ സമാധാനിപ്പിക്കുക. മറ്റന്നാൾ നമ്മൾ എന്തോ അബദ്ധം ചെയ്തിട്ടാണെങ്കിൽ സാരമില്ല എന്ന് പറയാം, പോട്ടെ പറയാം, ഇറ്റ്സ് ഓക്കെ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളോട് ടോക്ക് ചെയ്യാൻ പറ്റണം. ഏത് അവസ്ഥയിലൂടെ പോയിക്കോട്ടെ, അപ്പൊ എന്താ അതിന് വേണ്ടത് അത് കൊടുക്കാൻ വേണ്ടി പറ്റണം. അങ്ങനെ പോണ ഒരാൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആവും ലൈഫിൽ. ആ ഒരു കോൺഫിഡൻസും എനിക്ക് ഞാനുണ്ട്, എനിക്ക് എന്റെ സൃഷ്ടാവുണ്ട്, ഈ രണ്ട് സംഭവമില്ലേ, അത് രണ്ടും കൂടെ ഒപ്പായി കഴിഞ്ഞാൽ അതിലപ്പുറമുള്ള ഒരു ധൈര്യം ഈ ലൈഫിൽ വരാനില്ല. അതാണ് റിയൽ ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പൊ പലപ്പോഴും നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, നിങ്ങൾ എല്ലാവരിൽ നിന്നും അകറ്റുന്നതും ഒറ്റപ്പെടുത്തുന്നതും അത്തരം പ്രശ്നങ്ങളിലൂടെ കടത്തിവിടുന്നതൊക്കെ ഭൂമിയിലെ ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പം പരാജയം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ണിലൊക്കെ അയ്യോ ആ കുട്ടി എന്ത് അവസ്ഥയിലൂടെ പോണത്, അല്ലെങ്കിൽ എന്താ അവരെ ലൈഫ്, ഇതൊക്കെ പുറത്തുള്ളവർക്ക് തോന്നാം. പക്ഷെ നിങ്ങളുടെ സൃഷ്ടാവ് ഇത് ഉദ്ദേശിക്കുന്നതും ആത്മാവിന്റെ ലെവലിൽ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളെ നശിപ്പിക്കാനോ അല്ല, ഇത് എല്ലാരിൽ നിന്നും മാറ്റി മാറ്റി നിങ്ങൾ എന്നുള്ള ആ ശക്തിയിലോട്ട് നിങ്ങൾ അടുപ്പിക്കാനും നിങ്ങളെ സ്നേഹിക്കാനും, ആരില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുണ്ടെന്ന് ബോധ്യപ്പെടുത്താനും, അത് കഴിഞ്ഞിട്ടല്ല അതിന്റെ കൂടെ തന്നെ ഏതവസ്ഥയിലും ആ സൃഷ്ടാവ് എന്നുള്ള ധൈര്യത്തിൽ ഉറപ്പിക്കാനും വേണ്ടിയിട്ടാ. ആ ഉറപ്പിക്കുന്ന ഒരാൾക്ക്, അതാണ് ഖുർആനിലൊക്കെ പറയുന്നത്, ചില ആളുകളെ കുറിച്ചിട്ട് അവർക്ക് വരാനിരിക്കുന്നതിനെ കുറിച്ച് പേടിയില്ല, കഴിഞ്ഞതിനെ കുറിച്ച് സങ്കടമില്ല. ആ അവസ്ഥയിൽ ഇരിക്കുന്ന ആള് എന്തിനാ പേടിക്കണത്? വരാനിരിക്കുന്നതിനെ കുറിച്ച് പേടിക്കണ്ട, കാരണം അവരെ മനസ്സിൽ ഉറച്ചിട്ടുണ്ട്, ഞാൻ ഏത് അവസ്ഥയിലൂടെ പോയിക്കാലും എന്റെ സൃഷ്ടാവ് പ്ലാൻ ചെയ്തൊരു ഒരു വഴിയിലൂടെ ഞാൻ പോണത്, മൂപ്പർക്ക് കറക്റ്റ് പ്ലാൻ ഉണ്ട്, അത് തരേണ്ട സമയത്ത് തരും, എത്തേണ്ട സമയത്ത് എത്തിക്കും. ഈ അവസ്ഥയിലും ഒരിക്കലും കരയാൻ പാടില്ല, സങ്കടപ്പെടില്ല, അതൊന്നുമല്ല പറയണത്. മനുഷ്യനാണ് കരയും, സങ്കടപ്പെടും, തളരും, പക്ഷെ തകരൂല, എഴുന്നേറ്റ് വരും. തളരൂല, എഴുന്നേറ്റ് വരും. അതാ പറഞ്ഞത്,
ഈ പല കവികളും പറഞ്ഞ മാതിരി ആ ഒറ്റപ്പെടുന്ന ഇല്ലായ്മയുടെ അവസ്ഥയിൽ എനിക്കിപ്പോ ഇനി ജീവിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നല് വരുമല്ലോ. അതായത് ഈ വെള്ളത്തിന്റെ അടിയിൽ നമ്മളിങ്ങനെ കൈകാലിട്ടടിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അവിടെ എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസം എടുക്കുക പ്രധാനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് അവിടെ നീന്തൽ അറിയാത്ത ഒരാളാണെങ്കിൽ വെള്ളത്തിന്റെ അടിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ ശ്വാസം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റാ. അത് കിട്ടിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളെ ജീവിതം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്ന ഒരു പോയിന്റിലെ പല ആൾക്കാരും ഇറങ്ങി തിരിക്കുള്ളൂ. അതുവരെ എന്തിനാ അപ്പം ആഗ്രഹങ്ങൾ, എന്തിനാ ലക്ഷ്യങ്ങൾ, എന്തിനാ അപ്പം ഇതൊക്കെ ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് കംഫർട്ടായിട്ട് അങ്ങനെ ഇരിക്കും. അതായത് എല്ലാരെയും പോലെ കോമൺ ലൈഫ് ഇങ്ങനെ ജീവിച്ചു പോവാം. എന്തിനാ അപ്പം കുറെ കഴിവുകളൊക്കെ യൂസ് ചെയ്യണത്, എന്തിനാ ലക്ഷ്യങ്ങൾ? കാരണം അതിന്റെ ആവശ്യം അവർക്ക് തോന്നൂല, എല്ലാം സെറ്റ് ആവും ചുറ്റില്. അപ്പം നിങ്ങൾ എന്ന് പറഞ്ഞത് യഥാർത്ഥ ഡയമണ്ട് ആണ് ഉള്ളിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൃഷ്ടാവ് എന്താ ആഗ്രഹിക്കുക? ഇവര് ഈ കാണുന്ന പോലൊന്നുമല്ല, ഇവര് അടിപൊളിയാണ്. ഇവരുടെ ഉള്ളിലെ യഥാർത്ഥ വെളിച്ചം, ഇവരെ യഥാർത്ഥ ബ്യൂട്ടി ഈ ലോകത്തിനെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അടിയിൽ കൈകാലിട്ടടിക്കുക പറഞ്ഞ പോലെ അങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. അവിടെ എത്തുമ്പം ഒരാളും രക്ഷിക്കാൻ വരില്ല എന്നുള്ള ബോധം വരുമ്പം സ്വന്തമായിട്ട് ഇറങ്ങിത്തിരിക്കും. ആ ഇറങ്ങിത്തിരിക്കുന്ന മൊമെന്റില് കാണാം നിങ്ങളുള്ളിലെ ശക്തി എന്താ. നമുക്കപ്പോ ഒറ്റ ആവശ്യം ഉണ്ടാവുള്ളൂ, ആരുമില്ല, ഒറ്റക്കായി, ഇനി ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്താലേ എന്റെ ജീവിതം ഹാപ്പി ആവൂ എന്ന് തോന്നുന്ന ഒരു മൊമെന്റ് വരാനുണ്ട് എല്ലാവർക്കും. ആ മൊമെന്റില് ആ മൊമെന്റില് ആൾക്കാർ രണ്ട് കാര്യം ചെയ്യും. ഒരാൾക്കാര് ഒരു വിഭാഗം നിർത്തിപ്പോ, മതി, അവസാനിച്ച് എന്നെ കൊണ്ട് പറ്റൂലാന്ന് നിർത്തിപ്പോ. മറ്റു വിഭാഗം ആൾക്കാർ എന്താ ചെയ്യാം? അവർക്കിനി വേറെ വഴിയില്ല അറിയുമ്പം എത്ര വീക്കായിട്ടുള്ള ആളായിക്കോട്ടെ, എത്ര ശക്തി ഇല്ലാത്ത ആളായിക്കോട്ടെ, ഉള്ളത് വെച്ചിട്ട് ഇറങ്ങിത്തിരിക്കും. കാരണം ജീവിക്കണമെങ്കിൽ അത് അത്യാവശ്യമാവും. ആ മൊമെന്റ് മുതൽ അവിടെ മാജിക് ഹാപ്പൻ ചെയ്യും. അവരെ യഥാർത്ഥ ബ്യൂട്ടി, അവരുള്ളിലെ യഥാർത്ഥ ശക്തി പുറത്തു വരാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ മൊമെന്റ് വരുന്ന സമയത്ത് ഇതുവരെ മിണ്ടാതെ നിന്ന കംഫർട്ടായിരുന്ന ആൾക്കാരൊക്കെ അപ്പോൾ പുതിയൊരു ഐഡിയ തുടങ്ങുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് ലോകത്തിന് പ്രചോദനം കൊള്ളിക്കുന്നു, അവർ വേറെ ലെവലിലോട്ട് പോകുന്നു. അങ്ങനെ ഇന്റർവ്യൂലൊക്കെ എടുക്കുന്ന സമയത്ത് എന്താണ് നിങ്ങളെ വിജയത്തിന്റെ രഹസ്യം, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പഠിച്ചത് അറിയുമ്പോൾ അവർക്ക് അത്തരം കഥകളൊന്നും പറയാനുണ്ടാവില്ല. അവര് ജീവിതത്തിന്റെ കഥ പറയും. എന്റെ ജീവിതമാണ് എന്നെ അങ്ങനെ ആക്കി തരുന്നത്. ചിലപ്പം പാരന്റ്സ് മരണപ്പെട്ടു പോയേക്കാം, പ്രിയപ്പെട്ടവർ ഇല്ലാണ്ടായേക്കാം, ചില ആൾക്കാർ ഡിവോഴ്സിന്റെ അവസ്ഥയിൽ എത്തിപ്പോയേക്കാം, ചില ആൾക്കാർ പല അസുഖങ്ങൾ വന്നിട്ട് ഒന്നും അല്ലാത്ത സ്റ്റേറ്റിൽ വരുമ്പം ഇനി ജീവിച്ചേ പറ്റൂ എന്നുള്ള തോന്നൽ വരുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചതാവാം. എന്നിട്ട് അവരെന്നെ പറയും, എൻ്റെ ലൈഫിൽ അന്ന് ആ പ്രതിസന്ധി വന്നത് നല്ലതായിട്ടോ, അന്ന് അത് സംഭവിച്ചത് നല്ലതായിട്ടോ, അതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ. അപ്പൊ അവര് ബാക്കോട്ടേക്ക് തിരിഞ്ഞു നോക്കി ആ പരീക്ഷണത്തെ ഓർത്തിട്ട് ദൈവത്തിനെ പഴിക്കാണോ ചെയ്യണത്? പകരം ബാക്കോട്ട് തിരിഞ്ഞു നോക്കി ആ അവസ്ഥയിൽ നന്ദിയല്ലേ പറയണേ ദൈവത്തിനോട്? അതായത് തീർത്താ തീരാത്ത നന്ദിയാ അപ്പൊ ദൈവത്തിനോട് തോന്നുക. അന്ന് എന്നെ അത്രയൊക്കെ ബുദ്ധിമുട്ടിച്ച് ആ ഒരു പീക്ക് സ്റ്റേജ്, അതായത് ഞാൻ പറഞ്ഞല്ലോ അറ്റം എന്നറിയും ലൈഫിന്റെ, മരണത്തിന്റെ ജീവിതത്തിന്റെ ഒരു അറ്റം പോയിന്റ് ഉണ്ടാവും. അവിടെ നമുക്ക് തീരുമാനിക്കാം ഇനി മുന്നോട്ട് പോകണോ ഇനി നിർത്തി പോകണോ എന്നുള്ളത്. അവിടെ ഒരാൾ മുന്നോട്ട് പോകാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മളെ മാത്രം ഉത്തരവാദിത്തമല്ല, ദൈവത്തിന്റെ കൂടെ ഉത്തരവാദിത്തം. ആള് കൂടെ ഉണ്ടാവും, ഉറപ്പാണ്. അങ്ങനെ എത്തിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ട്, ഈ വേൾഡിലുണ്ട്. അപ്പൊ നിങ്ങളെ ലൈഫ് ഇനി പല സ്റ്റേജിലൂടെ പോയിക്കോട്ടെ, മുന്നോട്ട് പോവാനുള്ള തീരുമാനം തന്നെ നിങ്ങൾ കൊടുക്കുക. ആരിൽ വിശ്വസിച്ചിട്ട്? സെൽഫിൽ വിശ്വസിച്ചിട്ട്. അതാ ഞാൻ പറഞ്ഞ, ഇന്ന് വിജയമാണ് നിങ്ങൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിനന്ദിക്കുക, നിങ്ങളെ കൂടെ ഹാപ്പിനെസ് അനുഭവിക്കുക. നാളെ പരാജയമാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സമാധാനിപ്പിക്കുക. മറ്റന്നാൾ എല്ലാവരും ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഞാനുണ്ട് പറയാ. അതിന്റെ ശേഷം നിങ്ങൾക്ക് വിജയം വരുമ്പോൾ ഈ ആൾക്കാരൊക്കെ കൂടെ വരും. അതുകൊണ്ടാ ചില വിജയിച്ച ആൾക്കാരെ നോക്കുമ്പോൾ നമ്മൾ പറയും അവർക്കൊരു അഹങ്കാരവും ഇല്ലാലേ, അവരെങ്ങനെ അങ്ങനെ വിനയുള്ള താഴ്മയുള്ള ആൾക്കാരായി മാറിയിട്ടുള്ളത്? അവരെ വിജയമായിരിക്കും അവരങ്ങനെ ആക്കിയിട്ടുള്ളത്. അവര് ചിലപ്പോൾ ആരും ഇല്ലാതെ പോയി പോയി പല അവസ്ഥയിലൂടെയും എത്തിയിട്ട് അവരെ ഉള്ളിലെ ആ എന്താ പറയാ അഹങ്കാരം, സ്വാർത്ഥതയും ഒക്കെ എവിടെ കളഞ്ഞു പോയിട്ടുണ്ടാവും. ആ മനുഷ്യന് അത്രയും താഴ്മയോടെ അല്ലാതെ നിൽക്കാൻ വേണ്ടി പറ്റൂല. കാരണം അയാളെ ഉള്ളിൽ ഒരു ബോധ്യം വന്നിട്ടുണ്ടാവും, എനിക്ക് ഞാനും എൻ്റെ സൃഷ്ടാവും ഉണ്ട് എന്നുള്ള ധൈര്യം. ആ ധൈര്യം കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഒരു മനുഷ്യന് ഈ ലോകത്ത് കിട്ടാനുള്ള ഏറ്റവും വലിയ മൈൻഡ് പവർ. ആ മൈൻഡ് പവർ കിട്ടാൻ നിങ്ങളെ ഡയറക്റ്റ് ട്രെയിനിങ്ങിലൂടെ ഇവിടെ ട്രെയിനിങ് ഒക്കെ തരും. ആ ട്രെയിനിങ് കിട്ടുമ്പോഴല്ലേ നമ്മൾ പവർഫുൾ ആവുക. അതാ ഞാൻ പറഞ്ഞത്, ഇന്റർവ്യൂലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ചാൻസ് ഉണ്ട്. ഒരാൾ മാത്രം വിജയിക്കേണ്ട ആൾക്കാർ, ബാക്കിയുള്ളവരൊക്കെ എന്നും പരീക്ഷ അനുഭവിച്ചിട്ട് ഒന്നും അല്ലാണ്ടാക്കേണ്ട ആൾക്കാർ, അങ്ങനെ ഒന്നും വിധി മാറ്റി എഴുതിയിട്ടൊന്നുമില്ല. നമ്മളാ വിധിക്കണത്. നമ്മൾ എന്താ പറയാ, ഇതിന്റെ വിധിയാ, അന്ന് അങ്ങനെ പരാജയം സംഭവിച്ചുകൊണ്ട്, പരീക്ഷണം, അസുഖം, ഇവര് മരണപ്പെട്ടതുകൊണ്ട്, എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ട്, ഡിവോഴ്സ് സംഭവിച്ചുകൊണ്ട്,
ഇതിനെ കൊണ്ട് എന്റെ ജീവിതം പരാജയപ്പെട്ട് എന്ന് പറഞ്ഞ് ഇനി ഒന്നും നടക്കൂല എന്ന് പറഞ്ഞിരിക്കണ നമ്മളാ വിധിക്കണത്. അതായത് സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ പറയും വിധി നിർണയത്തിന്റെ ആള് പടച്ചോനാണുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലപ്പുറം വിധിക്കുന്ന ആള് നമ്മളും ഇരിക്കും. അങ്ങനെ നിങ്ങൾ വിധിച്ചിട്ട് ഒന്നും നടക്കൂല പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ചാൻസ് ഉണ്ട് ഇവിടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ചാൻസ് ഉണ്ട്. അതാ പറഞ്ഞത്, നിങ്ങൾ ഏത് ഇതിലൂടെ ആയിക്കോട്ടെ നിങ്ങളെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്തിട്ട് എന്താണ് ഇപ്പോ കയ്യിലുള്ളത്, എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് വെച്ചിട്ട് മുന്നോട്ട് പോവാ. ചില സമയത്ത് ഒന്നിനും പറ്റാത്ത ടൈമിൽ പാട്ട് കേൾക്കാനാവും പറ്റുക, എന്താ അത് കേൾക്കുക. ചിലപ്പോൾ ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് നിങ്ങളുടെ സങ്കടങ്ങൾ എഴുതാനാവും പറ്റുക, അത് ചെയ്യാം. ചിലപ്പോ ഒന്ന് പുറത്തിറങ്ങി നോക്കുക, വീട്ടിന്റെ ഉള്ളിലോ നമ്മൾ ആകെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ആ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് എനർജി നമ്മളെ വിട്ടുപോകില്ല. പല ആൾക്കാർക്കും ഇതിൽ അനുഭവം ഉണ്ടാവും. ആകെ ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോഴാവും ഫ്രണ്ട്സോ ഫാമിലിയോ പറഞ്ഞിട്ട് ട്രിപ്പ് പോവാന്ന് പറയാം. രാവിലെ ആകെ ഡൗൺ ആയിട്ട് മതി എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനിപ്പിക്കാൻ തോന്നിയ നമ്മൾ ഉച്ചക്ക് ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ആകെ ഹാപ്പിയാവും. അപ്പൊ നമുക്കൊരു അത്ഭുതം, എന്താ ഇപ്പൊ അവിടെ സംഭവിച്ചത്. ഉച്ചക്ക് തോന്നും, ഉച്ചന്റെ ശേഷം തോന്നുന്നത് എന്താ, ഓ ലൈഫ് തന്നെ എത്ര അടിപൊളിയായിരുന്നോ, സ്ഥലങ്ങൾ ഇത്ര അടിപൊളിയാണോ, ലൈഫ് ഭയങ്കര ചില്ലാണ് ജോയ്ഫുൾ ആണ് എന്നൊക്കെ തോന്നും. അല്ലെ? ഇതേ ആള് ചിലപ്പം രാവിലെ അങ്ങനെ ആവില്ല തോന്നിയതെന്ന് ഉണ്ടാവില്ല. അപ്പം ആ സാഹചര്യത്തിൽ നിന്ന് മാറാനുള്ള അവസരം നമുക്ക് തന്നെ കൊടുക്കുക. ആ പ്രശ്നത്തിന്റെ ഉള്ളിലിരുന്ന് വേദന ഞാൻ ഇത് അനുഭവിച്ചേ തീർക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ട് സ്വയത്തിനെ ഇല്ലാണ്ടാക്കണ്ട. അതിൽ നിന്ന് പുറത്ത് വരാൻ നിങ്ങൾക്ക് എന്ത് പറ്റും അത് ചെയ്യാം. പാട്ട് കേൾക്കാനാണെങ്കിൽ അത് പറ്റും. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യാം. ചിലപ്പോൾ നല്ല ഭക്ഷണം ഉണ്ടാക്കാനാണെങ്കിൽ അത്, പുറത്ത് പോകാനാണെങ്കിൽ അത്. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ഷിഫ്റ്റ് ചെയ്ത് ഇതിലൂടെ പോകുമ്പോൾ അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് ആ ടെസ്റ്റ്, ആ പരീക്ഷണം നിങ്ങളെ ഏറ്റവും ബെറ്റർ ആക്കുകയുള്ളൂ. അത് ഭയങ്കര ഉറപ്പ് തരാണ് ഞാൻ. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിള് ഞാൻ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഈ പറയണത്. ഇത് വെറുതെ ബുക്കിൽ നോക്കി പറയുന്നതൊന്നുമല്ല. നിങ്ങളും പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമുക്കൊന്ന് ഇതിനെ ഇതാണ് ഇതാണ് നീ നോക്ക്, നിന്റെ ഉള്ളിലേക്ക് നോക്ക് എന്ന് പറഞ്ഞു തരാൻ ചിലപ്പോൾ ഒരു ഗൈഡോ മെന്ററോ ഒക്കെ വേണ്ടി വരും. നമ്മളെ മുന്നിലേക്ക് കോച്ചിങ്ങിനും മെന്ററിങ്ങിനും വരുന്ന ആൾക്കാരെ നമുക്കറിയാം, അവരൊന്നും അറിയാത്തവരില്ല, അവരെല്ലാം അടിപൊളിയാണ്. പക്ഷെ അവരെ ഉള്ളിലെ അവര് പല ഡാർക്ക്നെസ്സിലൂടെയും ഇരുട്ടിലൂടെയും പല പ്രോബ്ലത്തിലൂടെയും കടന്നു പോകുമ്പോൾ അവര് തന്നെ അവരുടെ ഉള്ളിലെ വെളിച്ചത്തിനെ കാണാതാവും. അപ്പൊ നമ്മൾ കാണിച്ചു കൊടുക്കാൻ ഒരാൾ, അത്രേ ഉള്ളൂ. നിങ്ങളെല്ലാരും അടിപൊളിയാണ്. നമ്മളത് യെസ് നിന്റെ ഉള്ളിൽ ഇതുണ്ട്, നീ നോക്ക് നീ നോക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവരെ അവരെ തന്നെ റിയലൈസ് ചെയ്യാം. അപ്പൊ എത്ര ഡൗണിൽ നിങ്ങൾ പോയിക്കോട്ടെ, നിങ്ങൾ അവിടുന്ന് കയറി വരും ഉറപ്പായിട്ടും. ലൈഫ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് തന്നെ പോകും. ഇവിടെ ക്ലോക്ക് സമയം സഞ്ചരിക്കുന്നുണ്ട്. ഭൂമി ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. മരങ്ങള് അതിന്റെ കാലാവസ്ഥ ഇല പൊഴിക്കുന്നു, ഒന്നുമല്ലാതെ ചിലപ്പോൾ ഉണങ്ങിയ പോലെ നിൽക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പൂക്കും കായ്ക്കും. വേനല് വരും, ആകെ വരളും, അതിനുശേഷം നല്ല മഴ വരും, വെള്ളം കെട്ടി നിൽക്കും. എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. ലൈഫ് ഒരിക്കലും സ്റ്റക്ക് ആവുന്നില്ല. ലൈഫ് മുന്നോട്ടേ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ മാത്രം സ്റ്റക്കാണ്. നമ്മൾ ഇതാണ് എന്റെ വിധി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റക്ക് ആവും. അപ്പം നമ്മൾ വിധിക്കാണ്ടിരിക്കുക. ഒരു പ്രശ്നം വരുമ്പോൾ ഇതാണ് വിധി, ഇനിയിപ്പോ ഒന്നും നടക്കൂല എന്ന് പറഞ്ഞ് വിധിക്കാണ്ടിരിക്കുക. പകരം എന്താണ് ആ ക്ലൈമാക്സ്, എന്താ പടച്ചോൻ എനിക്ക് വെച്ചത്, അത് ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട്, സങ്കടത്തോടും നിരാശയോടും കൂടിയിട്ട്, എന്തിനാ പഠിച്ചോനെ അങ്ങനെയല്ല, ഇത് എന്തിനാവും, അല്ലെ? രണ്ടിന്റെ ടോണ് വേറെയാണ്. ഇത് എന്തിനാവും, ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ലൈഫിനെ നോക്കി കാണാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാ രസമായിരിക്കും. ലൈഫ് ഒരു ഗെയിം പോലെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഗെയിമില് നിങ്ങളെ ശക്തി ഉണ്ടാവണം. മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മുറുകെ പിടിക്കേണ്ട ഒന്ന് ഒന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ നന്നായിട്ട് സ്നേഹിക്കുക, കെയർ ചെയ്യുക, സെൽഫിനോട് നല്ല രീതിയിൽ ടോക്ക് ചെയ്യുക, ചേർത്ത് നിർത്തുക. അപ്പം ഏത് ഒറ്റപ്പെടുന്ന മൊമെന്റിലും നിങ്ങൾക്ക് നിങ്ങളെയും അനുഭവിക്കാം, ആ ക്രിയേറ്റർ, ആ ഒരാളുണ്ട് എന്നുള്ളത്. ഇപ്പൊ ഒന്ന് ആലോചിക്കുക, ഇന്നത്തെ കാലത്ത് നമുക്ക് പണ്ടെല്ലാം ഹാൻഡ് മെയ്ഡ് കൈകൊണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. വെള്ളം കോരേണ്ടി വരും, അമ്മിയിൽ അരക്കേണ്ടി വരും, ഇത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ഒരുപാട് എനർജി എടുക്കേണ്ടി വരും. അങ്ങനെ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകെ ടയേർഡായിപ്പോ. എല്ലാം നമ്മൾ ഇല്ല എനിക്ക് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഒരുപാട് ഇപ്പൊ വാഷിംഗ് മെഷീൻ ഉണ്ട്, മിക്സി ഉണ്ട്. ഇല്ല ഞാനൊക്കെ എന്റെ കൈ കൊണ്ട് തന്നെ ചെയ്യും പറഞ്ഞാൽ നമ്മൾ ആകെ ക്ഷീണിച്ചോ. അതിന് പകരം അതുപോലെയാണ് ഇപ്പൊ നമ്മള്, എന്റെ ലൈഫ് പരീക്ഷണമാണ്, ഞാനിപ്പോ ഇതെന്താ ചെയ്യാ, എനിക്കൊരു ഉത്തരം കിട്ടണില്ല, ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ എന്ന് പറയുമ്പോഴാണ് ടയേർഡായി പോവാ. ചില കാര്യങ്ങൾ നമുക്ക് ഉത്തരം ഉണ്ടാവില്ല, ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം നമുക്ക് തന്നെ അറിയണ്ടാവില്ല. എല്ലാം ഞാൻ എന്ന് പറയണതിനപ്പുറത്തേക്ക് ആ എല്ലാം നടത്തി തരുന്ന ഒരാൾക്ക് കയ്യിലോട്ട് ഇത് ഏൽപ്പിക്കുക, എന്നിട്ട് നിങ്ങൾ കൂടെ ചെയ്യാം. അതായത് ഇപ്പം ഒരാൾ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് വെക്കാം. അപ്പൊ അയാൾ ചിന്തിക്കുകയാണ്, ഞാൻ എത്രത്തോളം ഇതിൽ പ്രവർത്തിക്കുന്ന അതിനനുസരിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെടും, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണം.
ഞാൻ ചെയ്താലേ ഇത്, അല്ലെങ്കിൽ ഇത് പരാജയപ്പെടും എന്നുള്ള ടെൻഷനോടെ കംപ്ലീറ്റ്ലി അയാൾ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ അയാൾ ടയേർഡായി പോകും. പക്ഷെ ഏത് ബിസിനസ് ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, നമ്മളെ കയ്യിനപ്പുറത്തേക്ക് നമ്മൾ കാണാത്ത ഒരു അൺസീൻ മാജിക്കൽ ഹാൻഡ് അവിടെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് പല ആൾക്കാരും പറയാം ബിസിനസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു, അതിന് ശേഷം വലിയൊരു വളർച്ച വന്നു അല്ലെ. ഒരു ദിവസം സാധനത്തിന് നല്ല പ്രൊഡക്റ്റിന് തീരെ സെയിൽ കിട്ടിയില്ല, അതിനെ കൊണ്ട് അതിലൂടെ എന്തോ വഴി തിരിഞ്ഞു വന്നിട്ട് അയാൾ ആ പ്രോഡക്റ്റ് മാറ്റിയപ്പോഴാണ് മനസ്സിലായത് ഇതായിരുന്നു യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതിലൂടെ വളർച്ച വന്നു. അപ്പൊ അവിടെ ആ ആദ്യത്തെ പ്രോഡക്റ്റിന് സെയിൽ വരാത്തത് ആര് ചെയ്ത പണിയാവും? അയാളെ ബിസിനസ്സിൽ ക്രിയേറ്റർ ഇടപെടുന്നുണ്ട്. അപ്പം എല്ലാത്തിനും നമ്മൾ മാത്രമല്ല പ്രവർത്തിക്കുന്നത്, നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു അൺസീൻ, അതാ ഞാൻ പറഞ്ഞ നിങ്ങളെ ശരീരം എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങളുള്ളിൽ നിങ്ങളെ നയിക്കുന്ന ഒരു ശക്തിയുണ്ട് അല്ലേ. അതെ പഠിച്ചോന്നോ ദൈവമെന്നോ റബ്ബെന്നോ എന്ത് പേരിട്ട് നിങ്ങൾക്ക് വിളിക്കാം. ആ ഒരു കൈ എല്ലാത്തിലും ഉണ്ട്. അപ്പൊ ഞാൻ ബിസിനസ് ചെയ്യാന്നുള്ളതിനപ്പുറത്തേക്ക്, അതുകൊണ്ടാണ് ഏത് നല്ല കാര്യങ്ങളെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് തുടങ്ങാൻ പറഞ്ഞത്. അതായത് വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും ഏത് ആൾക്കാർക്കും കരുണ ചെയ്യുന്ന പടച്ചോന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഏത് കാര്യം തുടങ്ങി നോക്കൂ. ആ ചെയ്യുന്നതിൽ ഒരു മാജിക്കൽ ടച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ചിലപ്പം 20% എഫേർട്ട് എടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ബാക്കി 50% എന്തൊക്കെയോ നടന്നു. നമ്മൾ തന്നെ പറയും എനിക്ക് അറിയില്ല എന്താ നടന്നത്, അത് ഭയങ്കര അടിപൊളിയായി എന്ന് പറയാറുണ്ട്. കാരണം നിങ്ങൾ ആ നാമം വെച്ച് തുടങ്ങിയപ്പം ആ പവർ അവിടെ പ്രവർത്തിച്ചു. എല്ലാത്തിലും ആ പ്രവർത്തനം അവിടെ ഉണ്ട്. അതിനെ കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതെന്റെ ശരീരത്തിൽ പിടിക്കാന്നുള്ളതിനപ്പുറത്തേക്ക് ആ നാമം വെച്ചിട്ട് തുടങ്ങുമ്പം അതിന്റെ പവർ കുറച്ചുകൂടെ കൂടുതലുണ്ടാവും. ആ ഭക്ഷണത്തിന് എന്താണോ നിങ്ങളെ ശരീരത്തിൽ ചെയ്യാനുള്ളത് അത് അവിടെ ചെയ്യും. എന്ത് കാര്യമായിക്കോട്ടെ, അത് നമുക്ക് പ്രൈവസി വേണം, സെക്യൂരിറ്റി വേണം, പ്രൊട്ടക്ഷൻ വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ വാതിലടക്കുമ്പോൾ ഭീഷണി ചെല്ലണം, അങ്ങനെ പല രീതിയിൽ. അപ്പൊ അവിടെ എന്താണ് ആ ഒരു പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടാവും. ഒരു മാജിക്കൽ പ്രൊട്ടക്ഷൻ ഒരു സംഭവം അവിടെ ഉണ്ടാവും. അപ്പൊ എന്ത് കാര്യത്തിനും ആ ഒരു കൈക്കൂടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് നമ്മളും ഇട കൊടുക്കണം. അല്ലാതെ എന്റെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നം വന്നു, ഇനി ഞാൻ എന്താ ചെയ്യാ, സൊല്യൂഷൻ ഇല്ല, ഞാൻ ആകപ്പെട്ട് ഞാൻ മാത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ടയേർഡാവും, ക്ഷീണിച്ചോ. അപ്പഴാ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇട്ട് പോവാ. അപ്പൊ എപ്പോഴും മൈൻഡിൽ ഉറപ്പിക്കുക ഞാൻ മാത്രല്ല, എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ആ ഒരാളെ നമുക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ, സൊല്യൂഷൻ കിട്ടുന്നില്ല, എന്ത് ചെയ്യണം എന്നറിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റണതൊക്കെ ആദ്യം നമ്മൾ ചെയ്യാം. അല്ലാതെ വെറുതെ ഇരിക്കരുത്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്യണില്ല മാറട്ടെ എന്നല്ല. നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യണം, ഡോക്ടറെ കാണിക്കണം, റെസ്റ്റ് എടുക്കണം, ടേക്ക് കെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ ആ ഹീലിംഗ് പവർ അത് അവിടെ ഇടപെടാൻ അനുവദിച്ചു കൊടുക്കുക. അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് അവിടെ ശമനം നടക്കുക അല്ലെ. അപ്പൊ ഇതേപോലെ നമുക്ക് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടും നടക്കുന്നില്ലെങ്കിൽ എന്നാ പിന്നെ ചെയ്യേണ്ട ആള് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഏൽപ്പിച്ചു നോക്കൂ. പിന്നെ അവിടെ അങ്ങനെ നടന്നോളും. അതാ പറഞ്ഞത്, ഒരാള് വാഷിംഗ് മെഷീനും മിക്സിയും ഒന്നും വേണ്ട എല്ലാം ഞാൻ എന്റെ കൈ കൊണ്ട് ചെയ്യാൻ പറഞ്ഞ അയാൾ ടയേർഡാവും. അതുപോലെ എല്ലാം ഞാൻ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഞാനും ചെയ്യാ, എന്റെ കൂടെ ഒരാളുണ്ട്, എന്ത് വന്നാലും അങ്ങോട്ടേക്ക് ഏൽപ്പിക്കാം. അല്ലെങ്കിൽ എനിക്കിപ്പം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും എനിക്ക് എന്താണെന്ന് അറിയില്ലെങ്കിലും ആ മാജിക്കൽ ഹാൻഡിന് ഇതിൽ ഇടപെടട്ടെ, എന്താണോ ഇതിലെ നല്ലത് ഇത് വരാൻ വേണ്ടിയിട്ട് സെറ്റ് ആവട്ടെ, അത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കുക. നമ്മളെ പറയാ ഇത് നടക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയാ ഞാൻ രക്ഷപ്പെടൂല എന്നിട്ട് വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ജോലി തരാൻ ആർക്ക് പറ്റും? നിങ്ങൾ അവിടെ നിന്ന് ചിലപ്പോൾ ഇന്റർവ്യൂവിന് പോകേണ്ടി വരും. അപ്പോഴാണ് ചിലപ്പോൾ പ്രാർത്ഥനയുടെ ഫലമായിട്ട് സെറ്റായ ജോലിയിലോട്ട് നിങ്ങൾ എത്തുക അല്ലെ. പണം വരണം ആഗ്രഹമുണ്ട്, പക്ഷെ പണം കിട്ടൂല എന്ന് റൂമിന്റെ ഉള്ളിൽ അടച്ചിരുന്നിട്ട് കാര്യമില്ല. അതിന് വേണ്ട വഴിയിലോട്ട് നിങ്ങളൊന്ന് ഇറങ്ങി ചിലപ്പോൾ പ്രവർത്തിക്കേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പ്രവർത്തിച്ചാൽ മതിയാവും, ബാക്കി ആ ഒരു ഇടപെടലും കൂടെ ഉണ്ടെങ്കിൽ ആ മാജിക്കൽ ഹാൻഡ് കൂടെ അവിടെ പ്രവർത്തിച്ചിട്ട് ആ റിസൾട്ടിലോട്ട് എത്തിക്കും. അപ്പൊ ഏത് കാര്യത്തിലും നിങ്ങൾ ഒറ്റക്കല്ല. ഇനി ഒന്ന് ആലോചിച്ചൊക്കെ എല്ലാ തഹസൻ ഇന്നല്ലാഹമാന, നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങളെ കൂട്ടത്തിലൊരു ശക്തിയുണ്ട്. ഓക്കെ. അപ്പം നമ്മളെ ടൈം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കാണ്. ഇവിടെയുള്ള നമ്മളെ ആ, ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒന്നും പ്ലാൻ ആയിട്ടല്ല ഞാൻ സെഷനിൽ കയറിയിട്ടുള്ളത്. എന്താണോ നിങ്ങൾക്ക് കിട്ടത്, നിങ്ങൾക്ക് വേണ്ടത് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ ഹൃദയത്തിന് എന്താണോ വേണ്ടത് അത് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും റെക്കോർഡിങ് റീവാച്ച് ചെയ്യാം, നിങ്ങൾക്ക് എത്തിക്കേണ്ട ആൾക്കാർക്ക് നിങ്ങൾക്ക് സെഷൻ എത്തിക്കാം. പിന്നെന്താ, അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ ടൈമാണ്, നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം, നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. ഇത്ര നേരം ഞാൻ സംസാരിച്ചില്ലേ, ഇനി നിങ്ങളെ കേൾക്കാന്നുള്ളത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ഓക്കെ. പിന്നെന്താ, നമ്മൾ ഫ്രീ സെഷൻസ് ഇപ്പോൾ ഒരുപാടായിട്ടുണ്ട്, നടന്നിട്ടില്ലായിരുന്നു. മാർച്ചിലല്ലേ നടന്നിട്ടുള്ളത്. ഏപ്രിൽ മെയ് കംപ്ലീറ്റ്ലി കുറെ പേഴ്സണൽ തിരക്കുകളിലൂടെ ഒക്കെ പോയി.
പിന്നെ അതുപോലെ തന്നെ നമ്മളെ പെയ്ഡ് കോച്ചിങ്സും കാര്യങ്ങളൊക്കെ നൈറ്റ് ഉണ്ടാവും. പിന്നെ ഇൻഷാല്ല നമ്മളെ മൈൻഡ് ഫ്രീ പ്രോഗ്രാമിന്റെ അടുത്ത 10ാമത്തെ ബാച്ച് ഈ 18-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഏതവസ്ഥയിലും തളരാതെ മൈൻഡിനെ കൂടെ നിർത്താനും ലൈഫ് ഏതിലൂടെ പോയിക്കോട്ടെ ഞാൻ ജീവിക്കാൻ പ്രാപ്തരാണ് എന്നുള്ള ആ ഒരു ട്രെയിനിങ് നേടി നിങ്ങളെ തന്നെ സെറ്റാക്കാനും പാസ്റ്റിലെ എല്ലാ പെയിനും എത്ര വൂണ്ട് എത്ര മുറിവുകളിലൂടെ നിങ്ങൾ കടന്നു പോയിക്കോട്ടെ അതിൽ നിന്നൊക്കെ കര കയറി വന്ന് ഏറ്റവും ഹാപ്പി ലൈഫിലോട്ട് നിങ്ങളുടെ ഡ്രീം ലൈഫിലോട്ട് എത്തണം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കോഴ്സ്. 11 ലൈവ് സെഷനും പിന്നെ 3 മാസത്തെ ഒരു മെന്ററിങ് കൂടിയിട്ടാണ് ഉള്ളത്. അതിൽ ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഒറ്റക്കാവില്ല. ഏതവസ്ഥയിലൂടെ പോയാലും അതിൽ വീണ്ടും കൈപിടിച്ച് കൊണ്ടുവന്ന് നിങ്ങൾ ട്രെയിൻ ചെയ്ത് ആ ഒരു സെൽഫ് ഗൈഡഡ് ആയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രാപ്തരാക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവര് പേഴ്സണലി കണക്ട് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഓക്കെ, അപ്പം ഇനി നിങ്ങളെ ടൈമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ആൻഡ് ഇന്നത്തെ സെഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തായാലും ഇതേവരെ കേട്ടതിന്റെ ഒരു ഉള്ളടക്കം ഇപ്പൊ കിട്ടി എന്ന് പറയാം. ഇത്രയും ദിവസം നമ്മൾ കേട്ട റമദാൻ മുതലും കണ്ട് കേട്ടതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഉള്ളടക്കം കിട്ടി. ശരിയാണ്, നമുക്ക് എന്ത് പ്രയാസം വരുമ്പോഴും മാം അന്ന് ക്ലാസ്സിൽ പറഞ്ഞ പോലെ സ്വന്തത്തിനോട് തന്നെ പറയാം, പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. പിന്നെ ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, അതാണ്ട് മുറുക്കെ പിടിച്ചാൽ ഒന്നും നമ്മൾ ധൈര്യം ഇങ്ങനെ ചിലപ്പോഴൊക്കെ ചോർന്ന് പോകുമെങ്കിലും ആ ഒരു പറച്ചിലൂടെ നമുക്ക് എവിടുന്നൊക്കെ എന്തൊക്കെ ശക്തി കിട്ടും. അങ്ങനെയുള്ള ഒരു, ശരിക്കും പറഞ്ഞാൽ ഒരു നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. പറഞ്ഞാൽ ജീവിതം മുൻപിലേക്ക് കൊണ്ടുപോകണം, ആരുമില്ലെങ്കിലും നമ്മൾ തന്നെ ആയിട്ട് തന്നെ കൊണ്ടുപോകണം. എല്ലാവരും എല്ലാം നഷ്ടപ്പെടും, പക്ഷെ പടച്ചതമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ പിന്നെ എന്തിനാണ് എന്ത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലല്ലോ. അങ്ങനെയുള്ള ഒരു ധൈര്യം എന്തായാലും മനസ്സിന് നല്ലൊരു ധൈര്യം കിട്ടി. ഒരു ജീവിതത്തിനോടൊരു രസം തോന്നുന്നുണ്ട്, താല്പര്യം തോന്നുന്നുണ്ട്. അങ്ങനെ മറ്റേത് ഞാനൊരു ന്യൂസ് പേപ്പറും കൂടി മുഴുവനും വായിക്കില്ലായിരുന്നു. ഒന്നോ രണ്ടോ ഹെഡിങ് വായിച്ചാ ഇതിലിപ്പോൾ എന്താ വായിക്കാനുള്ളത് എന്ന് വെച്ചാൽ അതവിടെ മടക്കി വെക്കും. എന്തൊരു കാര്യം വേറെ എന്തെങ്കിലും ഒന്ന് കേൾക്കുകയാണെങ്കിൽ അപ്പം ഉറക്കം വരും. അതുകൊണ്ട് ഉറങ്ങിയില്ല ഉറങ്ങാതിരിക്കില്ല എന്ന് പറഞ്ഞ പോലത്തെ, എന്തായാലും അതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത പോലെ. ഇപ്പോൾ അങ്ങനെയല്ല, അതിനേക്കാളൊക്കെ കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചും നല്ല നിലയിൽ എത്തിച്ചു. താങ്ക് യു സോ മച്ച്. പറഞ്ഞ പോലെ തന്നെ ലൈഫിൽ ഇനി എന്തൊക്കെയാണോ നേടേണ്ടത് അതിലൊക്കെ പഠിച്ചോനെ എത്തിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇൻഷാല്ല ഇനി നമ്മുടെ ഫ്രീ സെഷൻ വരുന്നത് ഇന്ന് 4-ാം തീയതി ആണല്ലോ. ഇൻഷാല്ല വിചാരിക്കുന്നത് അടുത്ത 14-ാം തീയതി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ മന്ത്ലി 3 സെഷൻ, 3 or 2 സെഷൻ ആയി വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം അതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ പോട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവുന്നു എന്ന് തോന്നിയ ആളുകളിലോട്ടൊക്കെ നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഫ്രീ സെഷൻ ആയതുകൊണ്ട് ഒരിക്കലും എനിക്ക് തോന്നുന്നുണ്ട്, നേരത്തെ ജമീല മാം പറഞ്ഞ പോലെ നമ്മുടെ അതിലൊന്നും പറയാത്ത കാര്യങ്ങൾ മേ ബി ചിലപ്പം ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ, ചോദിക്കാൻ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് വൈകിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ആർക്കും ഒന്നുമില്ല വിചാരിക്കാണ്. ഓക്കെ, അപ്പം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ കണക്ട് ചെയ്യാം. നമ്മളെ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം കയറുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എവിടുന്നാ ലിങ്ക് കിട്ടിയത് അവർ വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആവാം. ആൻഡ് എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സീക്ക് ചെയ്യാം കേട്ടോ. ആൻഡ് താങ്ക് യു സോ മച്ച് ഇത്രയും ടൈം ഇവിടെ ഇരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു പൊസിഷനിലോട്ടൊക്കെ എത്താനുള്ള എല്ലാവരും കറേജും പേഷ്യൻസും എല്ലാം ഉണ്ടാവട്ടെ, അതിലൊക്കെ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം കേട്ടോ.